രാത്രിയുടെ മൂന്നാം യാമം. ആകാശ് തന്റെ റോയൽ എൻഫീൽഡ് ഹിമാലയൻ ബൈക്കിന്റെ ഹെഡ്ലൈറ്റ് വെളിച്ചത്തിൽ ആ വിജനമായ ചുരംപാതയിലൂടെ മുന്നോട്ട് കുതിക്കുകയായിരുന്നു. നഗരത്തിലെ തിരക്കുകളിൽ നിന്നും അവസാനിക്കാത്ത ഡെഡ് ലൈനുകളിൽ നിന്നും ഒരു മോചനം. അതാണ് ഈ രാത്രിയാത്രയുടെ ലക്ഷ്യം. അടുത്ത പ്രോജക്റ്റ് തുടങ്ങുന്നതിനു മുമ്പ് മസിനഗുഡിയിലെ കുന്നിൻ മുകളിൽ നിന്ന് സൂര്യോദയം കാണണം. അതിനായി അറിഞ്ഞുകൊണ്ട് തെരഞ്ഞെടുത്ത വഴിയാണിത്. കുറുക്കുവഴിയാണ്. പക്ഷെ പേരുദോഷമുള്ള വഴിയാളൊഴിഞ്ഞ ഈ നിഴൽപാതയെക്കുറിച്ച് പല കഥകളും കേട്ടിട്ടുണ്ട്. രാത്രിയിൽ ഈ വഴിയിലൂടെ പോയ പലരെയും കാണാതായിട്ടുണ്ടെന്നും വിചിത്രമായ രൂപങ്ങൾ പ്രത്യക്ഷപ്പെടുമെന്നും നാട്ടുകാർ പറഞ്ഞു വരുത്തുന്നു. കെട്ടുകഥകൾ. ആകാശ് ഹെൽമറ്റിനുള്ളിലിരുന്ന് പിറുപിറുത്തു. അവൻ ഒരു യുക്തിവാദിയായിരുന്നു. സ്വന്തം യൂട്യൂബ് ചാനലിൽ ഇത്തരം അന്ധവിശ്വാസങ്ങളെ പൊളിച്ചെടുക്കുന്ന വ്ളോഗുകൾ ചെയ്യുന്നതായിരുന്നു അവൻ്റെ ഹോബി. ഈ യാത്രയും ഒരു തരത്തിൽ അതിൻ്റെ ഭാഗമാണ്. നിഴൽപാതയിലെ പ്രേതത്തെ തേടിയുള്ള യാത്ര. ചുരം കയറാൻ തുടങ്ങിയിട്ട് അരമണിക്കൂർ കഴിഞ്ഞിരുന്നു. റോഡിനിരുവശവും കൂറ്റൻ മരങ്ങൾ ഒരു പച്ചത്തുരങ്കം പോലെ വളർന്നു നിൽക്കുന്നു. നിലാവട്ടം പോലും അരിച്ചെത്താൻ മടിക്കുന്നത്രയും കറുത്ത പാത. ദൂരെ എവിടെയോ ഒരു കാട്ടരുവി ഒഴുകുന്ന നേർത്ത ശബ്ദമല്ലാതെ മറ്റൊന്നും കേൾക്കാനില്ല. ബൈക്കിന്റെ ഇരമ്പൽ പോലും ആ നിശബ്ദതയ്ക്ക് മുന്നിൽ ഒന്നുമല്ലാതായി തീർന്നു. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. പെട്ടെന്നൊരു തോന്നൽ. മൂത്രമൊഴിക്കണം. ശക്തമായൊരു ശങ്ക. സാധാരണ ദീർഘദൂര യാത്രകളിൽ ഇങ്ങനെ സംഭവിക്കാറില്ല. പക്ഷേ ഇത് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. അവൻ വണ്ടി റോഡിന്റെ വശത്തേക്ക് ഒതുക്കി. സാമാന്യം വീതിയുള്ള ഒരു തിരിവ്. അപ്പുറം കാടിന്റെ ഉൾഭാഗത്തേക്ക് അല്പം നിരപ്പായ സ്ഥലമാണ്. അവൻ ബൈക്ക് സൈഡ് സ്റ്റാൻഡിൽ വെച്ച് എൻജിൻ ഓഫ് ചെയ്തു. താക്കോൽ ബൈക്കിൽ തന്നെ വെച്ചു. ഹെൽമറ്റ് ഹാൻഡിലിൽ തൂക്കി. മൊബൈൽ ഫോണും പേഴ്സും അടങ്ങുന്ന ചെറിയ ബാഗ് ടാങ്കിന് മുകളിൽ തന്നെയായിരുന്നു. സൂചി വീണാൽ കേൾക്കാവുന്ന നിശബ്ദത. ബൈക്കിന്റെ എൻജിൻ ശബ്ദം നിലച്ചതോടെ ആകാശം ഇടിഞ്ഞു വീണതുപോലെ ഒരു മൂകത അവനെ പൊതിഞ്ഞു. കാറ്റിന്റെ മർമ്മരം പോലുമില്ല. ഇലകൾ അനങ്ങുന്നില്ല. ചിവീടുകളുടെ ശബ്ദമില്ല. രാത്രിക്ക് ഇത്രയും ഭീകരമായൊരു നിശബ്ദതയുണ്ടാകുമോ? അവൻ അസ്വസ്ഥതയോടെ ചുറ്റും നോക്കി. ഹെഡ്ലൈറ്റിന്റെ വെളിച്ചം റോഡിന് കുറുകെ നീണ്ടു കിടക്കുന്നു. അതിനപ്പുറം കനത്ത അന്ധകാരം മാത്രം. വേഗം കാര്യം സാധിച്ചു മടങ്ങാം, അവൻ സ്വയം പറഞ്ഞു. അവൻ ബൈക്കിൽ നിന്ന് കഷ്ടിച്ച് 10 അടി മാത്രം കാടിന്റെ വശത്തേക്ക് മാറി നിന്നു. റോഡിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ബൈക്ക് കാണാവുന്ന ദൂരത്തിൽ. അവൻ മൂത്രമൊഴിക്കാൻ തുടങ്ങി. അവന്റെ ശ്രദ്ധ മുഴുവൻ ചുറ്റുമുള്ള നിശബ്ദതയിലായിരുന്നു. ഓരോ നിമിഷവും ഒരു യുഗം പോലെ ഇഴഞ്ഞു നീങ്ങി. തന്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ദ്രാവകത്തിന്റെ ശബ്ദം ആ കാനനപാതയിൽ അസ്വാഭാവികമാമിതം ഉച്ചത്തിൽ പ്രതിധ്വനിക്കുന്നതായി അവന് തോന്നി. കാര്യം കഴിഞ്ഞ് സിബ്ബു വലിച്ചടച്ച് അവൻ തിരിഞ്ഞു. ഒരു നിമിഷത്തേക്ക് അവന്റെ ഹൃദയം നിലച്ചുപോയി. ശ്വാസം തൊണ്ടയിൽ കുടുങ്ങി. അവിടെ ഒന്നുമില്ല. അവൻ ബൈക്ക് പാർക്ക് ചെയ്തിടം ശൂന്യമായി കിടക്കുന്നു. റോയൽ എൻഫീൽഡ് ഹിമാലയൻ. അവന്റെ ബൈക്ക് അതവിടെയില്ല. ഹെഡ്ലൈറ്റിന്റെ വെളിച്ചമില്ല. ഹാൻഡിലിൽ തൂക്കിയിട്ട ഹെൽമറ്റില്ല. ടാങ്കിന് മുകളിലെ ബാഗില്ല. 10 അടി അകലെ. കഷ്ടിച്ച് 30 സെക്കൻഡ് മാത്രം തിരിഞ്ഞു നിന്ന നേരം കൊണ്ട് അവന്റെ ബൈക്ക് അപ്രത്യക്ഷമായിരിക്കുന്നു. ആകെയുള്ള വെളിച്ചം ദൂരെ ആകാശത്തിലെ മങ്ങിയ നക്ഷത്രങ്ങളുടേതു മാത്രം. ചുറ്റും കൂറ്റൻ മരങ്ങളുടെ നിഴലുകൾ അവനെ തുറച്ചു നോക്കി. ഏറ്റവും ഭയാനകമായ സത്യം അതായിരുന്നില്ല. ബൈക്ക് ആരെങ്കിലും തള്ളിക്കൊണ്ടുപോയതാണെങ്കിൽ അതിന്റെ ശബ്ദം അവൻ കേൾക്കേണ്ടതാണ്. സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചു പോയതാണെങ്കിൽ അതിലും ഉച്ചത്തിൽ കേൾക്കേണ്ടതാണ്. പക്ഷേ ഒരു ഇലയനങ്ങുന്ന ശബ്ദം പോലും അവൻ കേട്ടിട്ടില്ല. നിശബ്ദത. മരണതുല്യമായ കാതടപ്പിക്കുന്ന നിശബ്ദത മാത്രം. ആദ്യത്തെ ഏതാനും നിമിഷങ്ങൾ ആകാശ് തരിച്ചു നിന്നു. ഇത് സത്യമാകാൻ വഴിയില്ല. ഒന്നുകിൽ താൻ സ്വപ്നം കാണുകയാണ്, അല്ലെങ്കിൽ ആരെങ്കിലും തന്നോട് കടുത്ത ഒരു തമാശ കളിക്കുകയാണ്. ഹേയ്, ആരടാ ഇവിടെ? അവൻ സർവശക്തിയും എടുത്ത് അലറി. മരങ്ങൾക്കിടയിൽ അവന്റെ ശബ്ദം തട്ടി പ്രതിധ്വനിച്ചു. മറുപടി ഒരു മാറ്റുലി മാത്രമായിരുന്നു. എന്റെ ബൈക്ക് എവിടെ? മര്യാദയ്ക്ക് തന്നോ? തന്റെ ശബ്ദം ദേഷ്യത്തിൽ നിന്ന് ഭയത്തിലേക്ക് വഴിമാറുന്നത് അവൻ അറിഞ്ഞു. ഒരു മറുപടിയുമില്ല. അവൻ പാൻസിന്റെ പോക്കറ്റിൽ തപ്പി. മൊബൈൽ ഫോൺ. അയ്യോ, അത് ബാഗിലാണ്. ബാഗ് ബൈക്കിന് മുകളിലും. പേഴ്സും വണ്ടി സ്റ്റാർട്ട് ചെയ്യാനുള്ള സ്പെയർ താക്കോലും എല്ലാം ആ ബാഗിലാണ്. ആദ്യമായി ആകാശിന് തണുക്കാൻ തുടങ്ങി. നെറ്റിയിലൂടെ വിയർപ്പ് ചാലിട്ടൊഴുകുന്നുണ്ടെങ്കിലും ശരീരമാസകലം ഒരു മരവിപ്പ് പടരുന്നതുപോലെ. ഇല്ല, ഇത് തമാശയാണ്. അവൻ റോഡിലേക്ക് ഓടിക്കയറി ബൈക്ക് പാർക്ക് ചെയ്തെടുത്ത് മുട്ടുകുത്തിയിരുന്ന് തറയിൽ പരതി. പരുപരുത്ത ടാറിൽ വിരലോടിച്ചപ്പോൾ ഈർപ്പമുള്ള മണ്ണ് തടഞ്ഞു. അവൻ മൂത്രമൊഴിക്കാൻ പോകുന്നതിനു മുമ്പ് ബൈക്ക് നിന്നതിന്റെ അടയാളം. 2 ടയറുകളും കൃത്യമായി പതിഞ്ഞ പാടുകൾ. അവൻ പോക്കറ്റിൽ നിന്ന് ലൈറ്റർ തപ്പിയെടുത്തു. സിഗരറ്റ് വലി നിർത്തിയിട്ട് മാസങ്ങളായെങ്കിലും ഒരു ശീലത്തിന്റെ ഭാഗമായി അത് പോക്കറ്റിൽ കിടന്നിരുന്നു. അവൻ ലൈറ്റർ കത്തിച്ചു.
ആ ചെറിയ വെളിച്ചത്തിൽ അവൻ ആ കാഴ്ച കണ്ടു. ടയർ പാടുകൾ അവിടെയുണ്ട്, പക്ഷേ അവ ഒരിടത്തു വന്ന് പെട്ടെന്ന് അവസാനിച്ചിരിക്കുന്നു. ഒരു ബൈക്ക് മുന്നോട്ടോ പിന്നോട്ടോ തള്ളിക്കൊണ്ടുപോയാൽ ടയറുകൾ മണ്ണിലുരസിയ പാടുകൾ തുടർച്ചയായി കാണേണ്ടതാണ്. ഇവിടെ അതല്ല സംഭവിച്ചത്. ടയർ പാടുകൾ പതിഞ്ഞെടുത്തു നിന്ന് മറ്റൊരു ദിശയിലേക്കും പാടുകളില്ല. ആരോ ആകാശത്തേക്ക് പൊക്കിയെടുത്തതുപോലെ. അസംബന്ധം! അവൻ അലറി വിളിച്ചു. ഇത് ഭ്രാന്താണ്. അവൻ ലൈറ്ററിന്റെ വെട്ടത്തിൽ ചുറ്റും നോക്കി. കാടിന്റെ വശത്തേക്ക് വലിയ കുറ്റിച്ചെടികളാണ്. അതിനിടയിലൂടെ ഇത്രയും ഭാരമുള്ള ഒരു ബൈക്ക് ഒരാൾക്ക് തള്ളി നീക്കാൻ സാധ്യമല്ല. ഇനി സാധിച്ചാൽ തന്നെ ഇലകൾ ഒടിയുന്നതിൻ്റെയും ചില്ലകൾ വലിയുന്നതിൻ്റെയും ശബ്ദം കേൾക്കാതിരിക്കില്ല. അവന് ശ്വാസം മുട്ടുന്നതുപോലെ തോന്നി. താൻ ഒറ്റയ്ക്കാണ് ഈ കാട്ടുപാതയിൽ, വെളിച്ചമില്ലാതെ, മൊബൈൽ ഫോണില്ലാതെ, വാഹനമില്ലാതെ. പിന്നോട്ട് പോയാൽ ഏകദേശം 20 കിലോമീറ്ററിലധികം നടക്കണം ആൾതാമസമുള്ള ഒരിടത്തെത്താൻ. മുന്നോട്ട് പോയാലും 30 കിലോമീറ്ററിനടുത്ത് ദൂരമുണ്ട്. അവൻ്റെ യുക്തിവാദം ആദ്യമായി പതറിത്തുടങ്ങി. താൻ കേട്ട കഥകൾ, ഈ നിഴൽപാതയെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ എല്ലാം സത്യമായിരുന്നോ? അവൻ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നു. പിന്നെ തിരികെ നടക്കാൻ തീരുമാനിച്ചു. അല്ലാതെ വേറെന്തു വഴി? പെട്ടെന്ന് ഒരു ശബ്ദം. അവൻ ഞെട്ടിത്തിരിഞ്ഞു. അതൊരു ലോഹത്തിൻ്റെ ശബ്ദമാണ്. അവൻ്റെ ഹൃദയമിടിപ്പ് ഒരു നിമിഷം നിലച്ചു. ആ ശബ്ദം, അതവന് നല്ല പരിചയമുണ്ട്. തൻ്റെ ഹിമാലയൻ ബൈക്കിൻ്റെ എഞ്ചിൻ ചൂടാറിത്തണുക്കുമ്പോൾ ഇടയ്ക്ക് കേൾക്കുന്ന കൃത്യമായ അതേ ശബ്ദം. അത് കേട്ടത് റോഡിൽ നിന്നല്ല. ശബ്ദം വന്നത് ഇടതൂർന്ന കാടിൻ്റെ ഉള്ളിൽ നിന്നാണ്. അവൻ്റെ വലതുവശത്ത് കുറ്റിച്ചെടികൾക്കും മരങ്ങൾക്കും അപ്പുറമുള്ള അന്ധകാരത്തിൽ നിന്ന്. ഉടനെ വീണ്ടും ആ ശബ്ദം, ഇത്തവണ കുറച്ചുകൂടി വ്യക്തമായി. തൻ്റെ ബൈക്ക്, അത് കാടിനുള്ളിലുണ്ട്. പക്ഷെ എങ്ങനെ? അവൻ്റെ ഉള്ളിലെ ദേഷ്യം ഭയത്തിന് വഴിമാറിക്കൊടുത്തു. ആരാ അത്? എൻ്റെ വണ്ടി എന്തു ചെയ്തു? ഒരു മറുപടിയുമില്ല. കുറച്ച് നിമിഷത്തെ നിശബ്ദത. അവൻ കാതു കൂർപ്പിച്ചു. ഉടനെ മറ്റൊരു ശബ്ദം കേട്ടു. അത് കേട്ടതും അവൻ്റെ രോമകൂപങ്ങളെല്ലാം എഴുന്നു നിന്നു. അത് അവൻ്റെ ബൈക്കിൻ്റെ ഹോൺ ശബ്ദമായിരുന്നു. അവനത് പ്രത്യേകം ഘടിപ്പിച്ചതായിരുന്നു. സാധാരണ ബൈക്കുകളുടേതുപോലെയല്ല, അല്പം ഗാംഭീര്യമുള്ള ശബ്ദം. അതേ ഹോൺ ശബ്ദം കാടിൻ്റെ ആഴങ്ങളിൽ നിന്ന് അവനെ മാടി വിളിക്കുന്നു. ഒരു നിമിഷം ആകാശ് സ്തംഭിച്ചു നിന്നു. അവൻ്റെ മനസ്സ് രണ്ടായി പിളർന്നു. ഒരു ഭാഗം പറഞ്ഞു, പോകരുത്, അത് കെണിയാണ്. ആരാണോ ബൈക്ക് എടുത്തത് അവർ നിന്നെ കാടിനുള്ളിലേക്ക് ആകർഷിക്കുകയാണ്. ഈ ഇരുട്ടത്ത് അകത്തേക്ക് കയറിയാൽ നീ പിന്നെ തിരിച്ചു വരില്ല. മറുഭാഗം പറഞ്ഞു, പോയേ പറ്റൂ. ആ ബാഗിൽ നിന്റെ ജീവിതമാണ്. ഫോൺ, പേഴ്സ്, ID കാർഡുകൾ. ഈ കാട്ടിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അത് തിരികെ കിട്ടിയേ തീരൂ. ഒരുപക്ഷെ ബൈക്ക് മോഷ്ടിച്ചവർ അത് കാട്ടിൽ ഉപേക്ഷിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരിക്കും. ആ സമയം ഹോൺ ശബ്ദം വീണ്ടും മുഴങ്ങി. ഇത്തവണ കുറച്ചുകൂടി ആഴത്തിൽ നിന്നാണത് കേട്ടത്. വരട്ടെ, ഞാൻ നിന്നെ കാണിച്ചു തരാം. ദേഷ്യം അവനിൽ വീണ്ടും ആവേശിച്ചു. ഭയത്തെ മറികടക്കാൻ അവൻ ദേഷ്യത്തെ ഒരു പരിചയാക്കി. അവൻ ലൈറ്റർ വീണ്ടും കത്തിച്ചു. ആ ചെറിയ വെളിച്ചം ഒന്നിനും തികയില്ലെന്ന് അവനറിയാമായിരുന്നു. എങ്കിലും അതൊരു ധൈര്യമായിരുന്നു. അവൻ കുറ്റിച്ചെടികൾ വകഞ്ഞു മാറ്റി കാടിനുള്ളിലേക്ക് കാലെടുത്തു വെച്ചു. അത്ഭുതം! റോഡിൽ നിന്ന് നോക്കുമ്പോൾ അതൊരു കനത്ത കാടായിട്ടാണ് തോന്നിയതെങ്കിലും ഉള്ളിലേക്ക് കടന്നപ്പോൾ വ്യക്തമായൊരു നടപ്പാത തെളിഞ്ഞു വന്നു. മരങ്ങൾക്കിടയിലൂടെ ആരോ സ്ഥിരമായി ഉപയോഗിക്കുന്നത് പോലെ മണ്ണ് തെളിഞ്ഞ ഒരു വഴി. അപ്പോൾ ഇത് കള്ളന്മാരുടെ താവളമാണ്, അവൻ ഉറപ്പിച്ചു. അവൻ ആ വഴിയിലൂടെ അതിവേഗം നടന്നു. ലൈറ്ററിന്റെ വെട്ടം ഇടയ്ക്കിടെ അണയും. അപ്പോഴെല്ലാം അവൻ നിന്ന് വീണ്ടും അത് കത്തിക്കും. ചുറ്റും മരങ്ങൾ അവനെ തുറച്ചു നോക്കുന്ന ഭീമാകാര രൂപങ്ങളെ പോലെ നിന്നു. പെട്ടെന്ന് അവൻ്റെ മൂക്കിലേക്ക് ഒരു ഗന്ധം തുളച്ചു കയറി. പാലപ്പൂവിൻ്റെ മണം. വളരെ ശക്തമായ, മനം മടുപ്പിക്കുന്ന ഗന്ധം. ഈ പാതിരാത്രിയിൽ ഈ കാടിനുള്ളിൽ പാലമരം പൂത്തിരിക്കുന്നു. നാട്ടുകാർ പറയുന്ന യക്ഷിക്കഥകൾ അവൻ്റെ മനസ്സിലൂടെ ഒരു മിന്നായം പോലെ കടന്നുപോയി. അവൻ ആ ചിന്തയെ പാടെ അവഗണിച്ചു. വഴി ചെന്നെത്തിയത് ഒരു ചെറിയ വെളിമ്പറമ്പിലാണ്. നിലാവിൻ്റെ നേരിയ വെട്ടം അവിടെ പരന്നിരുന്നു. അവൻ്റെ ബൈക്ക് അവിടെ ഇല്ലായിരുന്നു. പകരം ആ വെളിമ്പറമ്പിൻ്റെ നടുവിലായി തുരുമ്പിച്ച ഒരു ഊഞ്ഞാൽ സെറ്റ് അവൻ കണ്ടു. പഴയ പാർക്കുകളിൽ കാണുന്നത് പോലത്തെ 2 ഊഞ്ഞാലുകൾ. അതിലൊന്ന് അറ്റുവീണിരിക്കുന്നു, മറ്റേത് തുരുമ്പിച്ച ചങ്ങലകളിൽ തൂങ്ങിക്കിടക്കുന്നു. അവൻ നിന്ന നിൽപ്പിൽ വിയർത്തു. ഹോൺ ശബ്ദം കേട്ടത് ഇവിടെ നിന്നാണ്. പക്ഷെ ഇവിടെ ബൈക്കില്ല, ഈ ഊഞ്ഞാൽ മാത്രം. ഇതൊരു പാർക്കായിരുന്നോ കാടിൻ്റെ നടുവിൽ? ഹോൺ ശബ്ദം വീണ്ടും കേട്ടു. പക്ഷെ ഇത്തവണ അത് വന്നത് ഊഞ്ഞാലിൽ നിന്നല്ല, കുറച്ചുകൂടി മുന്നിൽ നിന്നാണ്. ആകാശ് ഞെട്ടിപ്പോയി. താൻ കേട്ടതൊരു മിമിക്രി ആയിരുന്നോ, അതോ തനിക്ക് തോന്നുന്നതോ? പാലപ്പൂവിൻ്റെ മണം ഇപ്പോൾ അസഹനീയമായിരുന്നു. അവന് ഓക്കാനം വന്നു. അവൻ തിരിഞ്ഞോടാൻ തന്നെ തീരുമാനിച്ചു.
വന്ന വഴിയിലൂടെ തിരികെ റോഡിലേക്ക്. പക്ഷേ അവൻ തിരിഞ്ഞു നോക്കി. അവിടെ അവിടെ വഴിയൊന്നുമില്ല. അവൻ വന്ന വഴി അപ്രത്യക്ഷമായിരിക്കുന്നു. പകരം കൂറ്റൻ മുൾപടർപ്പുകൾ ഒരു മതിൽ പോലെ വഴി തടഞ്ഞു നിൽക്കുന്നു. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ലൈറ്റർ കത്തിച്ചു നോക്കി. ഇല്ല, ഒരു വഴിയുമില്ല. അവൻ പൂർണ്ണമായും കുടുങ്ങിയിരിക്കുന്നു. ദൈവമേ, അവൻ അറിയാതെ നിലവിളിച്ചുപോയി. എന്തു ചെയ്യണമെന്നറിയാതെ അവൻ ആ ഊഞ്ഞാലിനെ നോക്കി നിന്നു. ലോഹത്തിലുരസുന്ന ഒരു നേരിയ ശബ്ദം. ആകാശ് സൂക്ഷിച്ചു നോക്കി. തുരുമ്പിച്ച ആളില്ലാത്ത ആ ഊഞ്ഞാൽ, അത് പതുക്കെ ആടാൻ തുടങ്ങിയിരിക്കുന്നു. മുന്നോട്ട് പിന്നോട്ട്. കാറ്റില്ല, ഒരില പോലും അനങ്ങുന്നില്ല. പക്ഷേ ആ ഊഞ്ഞാൽ ആരോ ആട്ടുന്നത് പോലെ താളത്തിലാടിക്കൊണ്ടിരുന്നു. ആകാശിൻ്റെ തൊണ്ട വരളാൻ തുടങ്ങി. അവൻ പിന്നോട്ട് കാലുവെച്ചു. അപ്പോഴാണ് അവനത് കേട്ടത്. തൻ്റെ ജീവിയുടെ തൊട്ടരികിൽ വളരെ അടുത്ത് ഒരു പെൺകുട്ടിയുടെ നേർത്ത ചിരി. ആകാശ് ഒരു ശില പോലെ നിശ്ചലനായി. തൻ്റെ രക്തം ഐസായി മാറുന്നതുപോലെ അവന് തോന്നി. ആ ചിരി, അത് തൻ്റെ വലതു ചെവിയുടെ തൊട്ടു പിന്നിലായിരുന്നു. പക്ഷേ അവിടെ ആരുമില്ല. അവന് അനങ്ങാൻ കഴിയുന്നില്ല. ശരീരം പൂർണ്ണമായും തളർന്നതുപോലെ. നെഞ്ചിലൊരു ഭാരം കയറ്റി വെച്ചതുപോലെ ശ്വാസമെടുക്കാൻ പോലും അവൻ പാടുപെട്ടു. ഊഞ്ഞാലിൻ്റെ ശബ്ദം താളാത്മകമായി തുടർന്നു. ചിരി വീണ്ടും കേട്ടു. ഇത്തവണ ഇടത്തെ ചെവിക്ക് പിന്നിൽ. അദൃശ്യമായ എന്തോ ഒന്ന് തന്നെ ചുറ്റി നടക്കുകയാണ്. അവൻ കണ്ണുകൾ ഇറുക്കിയടച്ചു. ഇത് സത്യമല്ല. ഇതെല്ലാം എൻ്റെ തോന്നലാണ്. ഭയം കാരണം എൻ്റെ മനസ്സ് കളിക്കുന്ന കളിയാണ്. ഒരു നിമിഷത്തിന് ശേഷം അവൻ കണ്ണുകൾ വലിച്ചു തുറന്നു. കൂരിരുട്ട്. ലൈറ്റർ എപ്പോഴോ കയ്യിൽ നിന്ന് നിലത്ത് വീണിരുന്നു. ആകെ കാണുന്നത് ഊഞ്ഞാലിൻ്റെ അവ്യക്തമായ രൂപം മാത്രം. അതിപ്പോഴും ആടുന്നുണ്ട്. പെട്ടെന്ന് അവൻ്റെ കൈത്തണ്ടയിൽ എന്തോ ഒന്ന് സ്പർശിച്ചു. മഞ്ഞുകട്ട പോലെ തണുത്ത ചെറിയ വിരലുകൾ. ഒരു കുട്ടിയുടെ കൈ. ആകാശ് അലറി വിളിക്കാൻ ശ്രമിച്ചു. പക്ഷേ ശബ്ദം പുറത്തു വന്നില്ല. തൊണ്ടയിൽ നിന്ന് ഒരു ഞരക്കം മാത്രമാണ് ഉയർന്നത്. ആ തണുത്ത കൈ അവൻ്റെ കൈത്തണ്ടയിൽ മുറുകെ പിടിച്ചു. അതിൻ്റെ പിടി അവിശ്വസനീയമാം വിധം ശക്തമായിരുന്നു. ഒരു കൊച്ചുകുട്ടിയുടെ കൈക്ക് ഇത്രയും ബലമുണ്ടാകില്ല. അത് അവനെ മുന്നോട്ട് വലിച്ചു. വേണ്ട, അവൻ മനസ്സിലലറി. പക്ഷേ അവൻ്റെ കാലുകൾ അവനെ അനുസരിക്കാതെ മുന്നോട്ട് ചലിച്ചു. ആരോ അവനെ ബലമായി നടത്തിക്കുന്നതുപോലെ. അവൻ്റെ ശരീരത്തിന്മേലുള്ള സകല നിയന്ത്രണവും അവന് നഷ്ടപ്പെട്ടിരുന്നു. ആ അദൃശ്യമായ കൈ അവനെ ആ വെളിമ്പറമ്പും കടന്ന് കാടിൻ്റെ കൂടുതൽ ഇരുണ്ട ഭാഗത്തേക്ക് കൊണ്ടുപോയി. അവൻ മുൾച്ചെടികളിൽ തട്ടി മരവേരുകളിൽ തടഞ്ഞു വീഴാൻ പോയി. പക്ഷെ ആ പിടി അവനെ താങ്ങി നിർത്തി മുന്നോട്ട് വലിച്ചുകൊണ്ടേയിരുന്നു. പാലപ്പൂവിൻ്റെ ഗന്ധം ഇപ്പോൾ അല്പം കുറഞ്ഞിട്ടുണ്ട്. പകരം പഴകിയ തടിയുടെയും നനഞ്ഞ മണ്ണിൻ്റെയും കൂടെ മറ്റെന്തോ ഒന്നിൻ്റെ അഴുകിയ ഗന്ധവും കലർന്നിരുന്നു. അവർ എത്ര ദൂരം നടന്നു എന്ന് അവനറിയില്ല. സമയമെന്നൊന്ന് നിലച്ചതുപോലെ. പെട്ടെന്ന് ആ പിടി അയഞ്ഞു. അവൻ്റെ കൈ സ്വതന്ത്രമായി. ശരീരം തിരികെ നിയന്ത്രണത്തിലായതും അവൻ മുട്ടുകുത്തി നിലത്തേക്ക് വീണു. അവൻ കിതച്ചുകൊണ്ട് ചുമലിലൂടെ പിന്നിലേക്ക് നോക്കി. ആരുമില്ല, കൂരിരുട്ടു മാത്രം. അവൻ മുന്നോട്ട് നോക്കി. അവിടെ കഷ്ടിച്ച് 50 അടി അകലെ ഒരു കൂറ്റൻ കെട്ടിടം. മരങ്ങൾക്കിടയിൽ മറഞ്ഞു കിടന്നിരുന്ന തകർന്നടിയാറായ ഒരു പഴയ നാലുകെട്ട്. ഓടുകൾ പാതിയും അടർന്നു പോയിരിക്കുന്നു. ചില ജനലുകൾ തകർന്നിട്ടുണ്ട്. കാടിൻ്റെ നടുവിൽ ഇങ്ങനെയൊരു വീടോ? അവൻ നോക്കി നിൽക്കെ ആ വീടിൻ്റെ മുകളിലത്തെ നിലയിലെ ഒരു മുറിയിൽ വെളിച്ചം തെളിഞ്ഞു. ഒരു മഞ്ഞ വെളിച്ചം. ഒരു റാന്തൽ വിളക്ക് കത്തുന്നത് പോലുള്ള മങ്ങിയ വെട്ടം. ആ ജനലരികിൽ ഒരു രൂപം നിഴലായി നിന്നിരുന്നു. അത് കുട്ടിയായിരുന്നില്ല. നീണ്ട മുടിയുള്ള ഒരു സ്ത്രീ രൂപം. അവർ അനങ്ങാതെ താഴെ നിൽക്കുന്ന അവനെ തന്നെ നോക്കി നിൽക്കുകയാണ്. തൻ്റെ ഹൃദയം ഭയം കൊണ്ട് പൊട്ടിത്തെറിക്കുമെന്ന് അവന് തോന്നി. അവൻ നിലത്തുനിന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചു. അതേ നിമിഷം മുകളിലെ മുറിയിലെ വെളിച്ചം ഒറ്റയടിക്ക് അണഞ്ഞു. നാലുകെട്ട് വീണ്ടും കൂരിരുട്ടിലായി. താഴത്തെ നിലയിലെ പൂർണ്ണമായും ഇരുട്ടിലായിരുന്ന തുറന്നു കിടന്നിരുന്ന പ്രധാന വാതിലിൻ്റെ അരികിൽ നിന്ന് ഒരു സ്ത്രീ ശബ്ദം അവനെ വിളിച്ചു. അത് ഉച്ചത്തിലായിരുന്നില്ല, ഒരു മന്ത്രണം പോലെ. പക്ഷേ കാടിൻ്റെ നിശബ്ദതയിൽ അത് വ്യക്തമായി കേൾക്കാമായിരുന്നു. ആകാശ്, അകത്തേക്ക് വാ. ആ ശബ്ദം ഒരു കല്ലുപോലെ അവൻ്റെ നെഞ്ചിൽ വന്ന് തറച്ചു. തൻ്റെ പേര്? ഈ കാടിൻ്റെ നടുവിൽ തകർന്നടിഞ്ഞ ഈ വീട്ടിൽ നിൽക്കുന്ന അദൃശ്യ രൂപത്തിന് തൻ്റെ പേരെങ്ങനെ അറിയാം? അവൻ്റെ ആദ്യത്തെ ചിന്ത ഓടി രക്ഷപ്പെടാനായിരുന്നു. പക്ഷെ എങ്ങോട്ട്? തന്നെ ഇവിടെ എത്തിച്ച ആ തണുത്ത കൈകൾ വീണ്ടും വരുമോ? ആ ഊഞ്ഞാലും ചിരിയും. അതിലുപരി താൻ വന്ന വഴി പൂർണ്ണമായും മാഞ്ഞുപോയിരിക്കുന്നു. ഈ വീട് മാത്രമാണ് മുമ്പിലുള്ള ഏക അഭയം. അതൊരു കെണിയാണെങ്കിൽ പോലും. ആരാണ്? അവൻ്റെ ശബ്ദം വിറച്ചുപോയി.
എൻ്റെ പേര് നിങ്ങൾക്കെങ്ങനെ? മറുപടിയില്ല. എൻ്റെ ബൈക്ക് എവിടെ? എനിക്കെൻ്റെ ബൈക്ക് വേണം. അവൻ ദേഷ്യം നടിച്ചു. ഭയത്തെ മറയ്ക്കാനുള്ള അവസാനത്തെ ശ്രമം. ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം ആ വാതിൽപ്പാളികൾക്കിടയിലെ കനത്ത ഇരുട്ടിൽ നിന്ന് ആ ശബ്ദം വീണ്ടും വന്നു. ഇത്തവണ അതൊരു മറുപടിയായിരുന്നില്ല, ഒരു ആവർത്തനം മാത്രം. കൂടുതൽ ആഴത്തിലുള്ള പതർച്ചയില്ലാത്ത സ്വരം. അകത്തേക്ക് വാ. അവൻ നിസ്സഹായനായി നിന്നു. കാട്ടിലെ തണുപ്പ് ഇപ്പോൾ അസ്ഥി തുളയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഷർട്ടിനുള്ളിലൂടെ മഞ്ഞുകണങ്ങൾ അരിച്ചിറങ്ങുന്നു. ഇനി ഇവിടെ നിന്നാൽ തണുത്തുറഞ്ഞു മരിക്കും. കാടിൻ്റെ ഇരുട്ട് അവനെ വിഴുങ്ങാൻ വാ പിളർന്നു നിൽക്കുന്നു. മുന്നിലുള്ള വീടിൻ്റെ ഇരുട്ട് അവനെ മാടി വിളിക്കുന്നു. അവൻ പോക്കറ്റിൽ പരതി. ലൈറ്റർ. അത് നിലത്ത് വീണിരുന്നു. ഇല്ല, ഭാഗ്യം, അത് മറ്റേ പോക്കറ്റിലുണ്ട്. അവൻ അതെടുത്തു. വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് അത് കത്തിക്കാൻ ശ്രമിച്ചു. 3 തവണത്തെ ശ്രമത്തിന് ശേഷമാണ് ആ ചെറിയ തീനാളം തെളിഞ്ഞത്. ആ വെളിച്ചത്തിൽ അവൻ മുന്നോട്ട് ഒരടി വെച്ചു. എനിക്ക് വഴി കാണിച്ചു തരൂ. എൻ്റെ ബൈക്ക് എവിടെയാണെന്ന് പറയൂ. അവൻ ആരോടെന്നില്ലാതെ പറഞ്ഞു. അവൻ ആ പടിപ്പുര കടന്ന് അകത്തെത്തി. 4 കെട്ടിൻ്റെ തകർന്ന പടികൾ കയറി അവൻ ചുറ്റുവരാന്തയിലേക്ക് കാലെടുത്തു വെച്ചു. അകത്ത് കനത്ത ഇരുട്ടാണ്. ലൈറ്ററിൻ്റെ വെട്ടം ഒന്നിനും തികയുന്നില്ല. പക്ഷേ ആ വെളിച്ചത്തിൽ അവൻ ആ കാഴ്ച കണ്ടു. അകത്ത് കയറിയതും അവൻ്റെ മൂക്കിലേക്ക് ഒരു രൂക്ഷഗന്ധം അടിച്ചു കയറി. മുമ്പ് കിട്ടിയ പാലപ്പൂവിൻ്റെ മണമല്ല, അതിനോടൊപ്പം പൂപ്പൽ പിടിച്ചതിൻ്റെ ഗന്ധം, വവ്വാലുകളുടെ കാഷ്ടത്തിൻ്റെ മണം, പിന്നെ എന്തോ ഒന്ന് അഴുകിയതിൻ്റെ, അല്ല, അതിലുപരി തുരുമ്പിച്ച ലോഹത്തിൻ്റെ രൂക്ഷമായ ഗന്ധം. പഴയ രക്തമുണങ്ങിപ്പിടിച്ചാൽ ഉണ്ടാകുന്നത് പോലുള്ള മനം പിരട്ടുന്ന ഒരു ഗന്ധം. 4 കെട്ടിൻ്റെ നടുമുറ്റം കാട് കയറി നശിച്ചിരുന്നു. പുല്ലും വള്ളിച്ചെടികളും നിറഞ്ഞിരിക്കുന്നു. ലൈറ്ററിൻ്റെ വെളിച്ചം അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിച്ച് അവൻ നോക്കി. അപ്പോഴാണ് അവനത് കണ്ടത്. നടുമുറ്റത്തിൻ്റെ കൃത്യം നടുവിൽ, പുല്ലുകളെല്ലാം വകഞ്ഞു മാറ്റിയ ഒരിടത്ത്, അവൻ്റെ റൈഡിംഗ് ഗ്ലൗസ്, ഇടത്തെ കയ്യിലേത്. അവൻ ഞെട്ടിപ്പോയി. അത് ബൈക്കിൻ്റെ ഹാൻഡിലിൽ വെച്ചിരുന്നതാണ്. അതെങ്ങനെ ഇവിടെ വന്നു? ആരോ അത് മനഃപൂർവ്വം ഇവിടെ കൊണ്ടുവന്നു വെച്ചതുപോലെ. അതൊരു ചൂണ്ടയായിരുന്നു. അവനത് മനസ്സിലായി. അവൻ പതിയെ അങ്ങോട്ട് നടന്ന് നടുമുറ്റത്തേക്കിറങ്ങി ഗ്ലൗസ് കയ്യിലെടുത്തു. അത് നനഞ്ഞിരുന്നു. മഞ്ഞുകൊണ്ടല്ല, മറ്റെന്തോ ദ്രാവകത്തിൽ മുക്കിയതുപോലെ. അവൻ ചുറ്റും നോക്കി. മുകളിലത്തെ നിലയിലേക്കുള്ള കോണിപ്പടികൾ അവൻ്റെ വലതുവശത്തുണ്ട്. തടിയിൽ തീർത്ത കൊത്തുപണികളുള്ള പുരാതനമായ പടികൾ. അവൻ്റെ ശ്വാസം ഒരു നിമിഷം നിലച്ചു. ആദ്യത്തെ പടിയിൽ ഒരു നനഞ്ഞ കാൽപാദം. അതൊരു മുതിർന്ന വ്യക്തിയുടേതായിരുന്നില്ല. വലിപ്പം വളരെ കുറവായിരുന്നു. ഒരു 10 വയസ്സുള്ള കുട്ടിയുടേതുപോലെ. ആരോ വെള്ളത്തിൽ ചവിട്ടി കയറിയതുപോലെ ആ പടിയിൽ വെള്ളം തങ്ങി നിൽക്കുന്നു. ആകാശ് അനങ്ങാതെ നിന്നു. അവൻ്റെ കണ്ണുകൾ ആ കാൽപാദത്തിൽ തറച്ചു. അവൻ നോക്കി നിൽക്കെ ഒരു തുള്ളി വെള്ളം മുകളിൽ നിന്ന് താഴേക്കിറ്റി. 2ാമത്തെ പടിയിൽ അവിടെ ഒരു കാൽപാദം തെളിഞ്ഞു വന്നു. അദൃശ്യമായ എന്തോ ഒന്ന് ആ പടിയിൽ ചവിട്ടിയതിൻ്റെ അടയാളം. ആകാശ് ഭയം കൊണ്ട് മരവിച്ചു. അവൻ്റെ കൺമുന്നിൽ വെച്ച് 3ാമത്തെ പടിയിലും വെള്ളമിറ്റി. അടുത്ത കാൽപാദം രൂപപ്പെട്ടു. ആരോ, അല്ലെങ്കിൽ എന്തോ, നനഞ്ഞ കാലുകളോടെ ആ പടികൾ കയറി മുകളിലേക്ക് പോവുകയാണ്. തനിക്കത് കാണാൻ കഴിയുന്നില്ലെന്ന് മാത്രം. ഒരു നിമിഷം പിന്നോട്ടോടാൻ അവൻ്റെ കാലുകൾ തരിച്ചു. പക്ഷെ അവനെ പിടിച്ചു നിർത്തിയത് അവൻ്റെ ഗ്ലൗസ് ആയിരുന്നു. ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ബൈക്ക്, ഊഞ്ഞാൽ, ചിരി, ഈ വീട്, പിന്നെ ഈ അദൃശ്യ രൂപം. തൻ്റെ ബൈക്കും ഫോണും കിട്ടാതെ ഈ കാട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല. ഉത്തരം മുകളിലത്തെ നിലയിലാണെന്ന് അവൻ്റെ മനസ്സ് ആവർത്തിച്ചു. അദൃശ്യമായ കാൽപ്പാടുകൾ 5-6 പടികൾ കയറിപ്പോകുന്നത് അവൻ കണ്ടുനിന്നു. ഓരോ പടിയിലും വെള്ളമിറ്റു വീഴുന്നതിൻ്റെ നേർത്ത ശബ്ദം ആ നിശബ്ദതയിൽ ഒരു പെരുമ്പറ മുഴങ്ങുന്നതുപോലെ അവന് തോന്നി. നിൽക്കൂ, ഞാനും വരുന്നു, അവൻ ഉറക്കെ അലറി. അവൻ കോണിപ്പടിയുടെ അടുത്തേക്ക് ഓടി ആദ്യത്തെ പടിയിൽ കാലുവെച്ചു. ഉടനെ തടിപ്പലകകൾ തമ്മിൽ ഉരസുന്ന ശബ്ദം കേട്ടു. പഴകിയ തടി അവൻ്റെ ഭാരം താങ്ങാനാവാതെ പ്രതിഷേധിച്ചു. ഓരോ അടിയും അവൻ ശ്രദ്ധയോടെ വെച്ചു. പടികൾ കയറും തോറും തണുപ്പ് കൂടിക്കൂടി വന്നു. താഴത്തെ നിലയിലെ പൂപ്പൽമണം മാറി. വീണ്ടും ആ പാലപ്പൂവിൻ്റെയും അഴുകിയ മാംസത്തിൻ്റെയും കലർന്ന ഗന്ധം ശക്തമായി. അവൻ മുകളിലത്തെ നിലയിലെത്തി. അതൊരു നീണ്ട ഇടനാഴിയായിരുന്നു. ഇരുവശത്തും നിരനിരയായി വാതിലുകൾ. എല്ലാം അടഞ്ഞു കിടക്കുന്നു. ഇടനാഴിയുടെ അറ്റത്ത് ഒരു വലിയ ജനൽ. അതിലൂടെ മങ്ങിയ നിലാവട്ടം അകത്തേക്ക് അരിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. അവൻ്റെ ലൈറ്ററിൻ്റെ തീനാളം ഭ്രാന്തമായി ആടിയുലഞ്ഞു. ഇവിടെ കാറ്റില്ല. എന്നിട്ടും ആരോ അതിൽ ഊതുന്നതുപോലെ അത് അണയാൻ വെമ്പി. പെട്ടെന്ന് അവൻ നിന്നു. അവൻ ആ ശബ്ദം വീണ്ടും കേട്ടു. അവൻ്റെ ബൈക്കിൻ്റെ എൻജിൻ തടുക്കുന്ന ശബ്ദം.
അവൻ ഞെട്ടിത്തരിച്ച് ഇടനാഴിയിലൂടെ നോക്കി. ശബ്ദം വരുന്നത് ഇടനാഴിയുടെ അറ്റത്തുള്ള വലതുവശത്തെ അവസാനത്തെ മുറിയിൽ നിന്നാണ്. അവൻ മുകളിലേക്ക് നോക്കിയപ്പോൾ വെളിച്ചം കണ്ട അതേ മുറി. അവൻ്റെ ഹൃദയം പടപടാമിടിച്ചു. തൻ്റെ ബൈക്ക് അത് ഈ മുറിക്കുള്ളിലാണോ? അതെങ്ങനെ സാധിക്കും? ഇത്രയും ഭാരമുള്ള ബൈക്ക് ഈ തടി കൊണ്ടുള്ള മുകളിലത്തെ നിലയിലേക്ക് എങ്ങനെ എത്തിച്ചു? അവൻ ആ മുറിയെ ലക്ഷ്യമാക്കി നടന്നു. ഓരോ വാതിൽ കടന്നു പോകുമ്പോഴും അതിനകത്ത് ആരോ തന്നെ ഉറ്റുനോക്കുന്നുണ്ടെന്ന ഭയം അവനെ വേട്ടയാടി. ചില വാതിലുകളുടെ വിടവുകളിലൂടെ അഴുകിയ ഗന്ധം പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. എഞ്ചിൻ തണുക്കുന്ന ശബ്ദം വീണ്ടും കേട്ടു. മുറിയുടെ തൊട്ടരികിൽ നിന്നാണ്. അവൻ അവസാനത്തെ വാതിലിന് മുന്നിലെത്തി. അതിൻ്റെ തടിപ്പാളികൾ ഈർപ്പം കൊണ്ട് വീർത്തിരുന്നു. കൊത്തുപണികളുള്ള ഒരു വലിയ ഓടാമ്പൽ അതിൽ തൂങ്ങിക്കിടക്കുന്നു. അവൻ വാതിൽ പതുക്കെ തള്ളി. ഒരു ഞരക്കത്തോടെയാണ് അത് തുറക്കേണ്ടിയിരുന്നത്. പക്ഷേ അത്ഭുതകരമെന്ന് പറയട്ടെ, ഒരു ശബ്ദവുമില്ലാതെ ആരോ എണ്ണയിട്ടതുപോലെ അത് മലർക്കെ തുറക്കപ്പെട്ടു. അകത്ത് കൂരിരുട്ടായിരുന്നു. അവൻ ലൈറ്റർ ഉയർത്തിപ്പിടിച്ചു. ആ ചെറിയ വെളിച്ചത്തിൽ അവൻ മുറിയുടെ നടുവിലേക്ക് നോക്കി. അവൻ്റെ രോമങ്ങളെല്ലാം എഴുന്നു നിന്നു. അവിടെ മുറിയുടെ നടുവിൽ അവൻ്റെ റോയൽ എൻഫീൽഡ് ഹിമാലയൻ. ഒരു തരി മണ്ണോ ചെളിയോ ഇല്ലാതെ വൃത്തിയായി തുടച്ചതുപോലെ അത് നിൽക്കുന്നു. സൈഡ് സ്റ്റാൻഡിലോ മെയിൻ സ്റ്റാൻഡിലോ അല്ല. 2 ടയറുകളും നിലത്ത് തൊട്ട് അത് സ്വയം ബാലൻസ് ചെയ്ത് നിൽക്കുകയാണ്. അവൻ്റെ ബാഗ് ടാങ്കിന് മുകളിൽ തന്നെയുണ്ട്. ഹെൽമറ്റ് ഹാൻഡിലിൽ തൂങ്ങിക്കിടക്കുന്നു. ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല, ഒന്നും. ഒരു ബൈക്ക് തനിയെ ഒരു കാട്ടിലെ ആലുകെട്ടിൻ്റെ മുകളിലത്തെ നിലയിലെ മുറിയിലെത്തിയെന്ന അവിശ്വസനീയമായ സത്യമൊഴിച്ചാൽ എല്ലാം സാധാരണമായിരുന്നു. ആദ്യത്തെ ഞെട്ടൽ മാറിയപ്പോൾ ആകാശിന് എന്തെന്നില്ലാത്ത ആശ്വാസം തോന്നി. ഒരുപക്ഷെ ഇതൊരു കൂട്ടം ആളുകൾ ചേർന്ന് നടത്തിയ അതിവിദഗ്ധമായ ഒരു പ്രാങ്ക് ആയിരിക്കാം. യൂട്യൂബിൽ പ്രശസ്തനാകാൻ ശ്രമിക്കുന്ന മറ്റേതെങ്കിലും വ്ളോഗർമാർ. അല്ലാതെന്ത്? കൊള്ളാം, വളരെ നന്നായിരിക്കുന്നു, അവൻ മുറിക്കുള്ളിലേക്ക് കയറിക്കൊണ്ട് പറഞ്ഞു. നിങ്ങൾ ജയിച്ചു. ഇനി ക്യാമറ എവിടെയാണെന്ന് കൂടി പറ. മറുപടി ഒരു നിശബ്ദത മാത്രം. അവൻ വേഗം ബൈക്കിനടുത്തേക്ക് ചെന്ന് അതിൽ തൊട്ടു. ബൈക്ക് മഞ്ഞുകട്ട പോലെ തണുത്തിരിക്കുന്നു. എഞ്ചിൻ അപ്പോഴും ചൂടാറിയിരുന്നില്ല. എഞ്ചിൻ തണുക്കുന്ന ശബ്ദം ഇടയ്ക്കിടെ കേൾക്കാം. അവൻ വേഗം ബാഗ് തുറന്നു. അവൻ്റെ ഫോൺ, പേഴ്സ് എല്ലാം അതിലുണ്ട്. അവൻ്റെ കൈകൾ വിറച്ചു. അവൻ ഫോൺ പുറത്തെടുത്ത് പവർ ബട്ടൺ അമർത്തി. സ്ക്രീൻ തെളിഞ്ഞു. ചാർജ് 15%. പക്ഷേ പ്രതീക്ഷിച്ചതുപോലെ സ്ക്രീനിൻ്റെ മുകളിൽ നോ സർവീസ് എന്ന് തെളിഞ്ഞു നിന്നു. എന്നാലും അവനൊരു വലിയ ധൈര്യം തോന്നി. ഫോണിലെ ടോർച്ച്. അവൻ ഫോണിലെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്തു. ശക്തിയേറിയ LED വെളിച്ചം ആ മുറിയിലാകെ പരന്നു. ലൈറ്ററിൻ്റെ മങ്ങിയ വെട്ടത്തിൽ കാണാതിരുന്ന പലതും അവനിപ്പോൾ കണ്ടു. അതൊരു വലിയ മുറിയായിരുന്നു. ഒരു കിടപ്പുമുറി പോലെ. പക്ഷെ അതിൽ കസാരയോ കട്ടിലോ ഒന്നും ഉണ്ടായിരുന്നില്ല. ബൈക്കല്ലാതെ മറ്റൊന്നും. ചുവരുകളിൽ ഈർപ്പം പടർന്ന് കറുത്ത പാടുകൾ രൂപപ്പെട്ടിരുന്നു. മേൽക്കൂരയിൽ നിന്ന് മാറാലകൾ പാമ്പുകളെ പോലെ തൂങ്ങിക്കിടക്കുന്നു. ഒരു മൂലയിൽ കുറെ പഴയ തുണിക്കെട്ടുകൾ കൂട്ടിയിട്ടിരിക്കുന്നു. മറ്റൊരു മൂലയിൽ പൊടി പിടിച്ച ഒരു വലിയ കണ്ണാടി. തടിയിൽ കൊത്തിയെടുത്ത ഫ്രെയിമുള്ള നിലത്ത് വയ്ക്കുന്ന തരം ഒരു വലിയ കണ്ണാടി. ശരി, എനിക്കെൻ്റെ സാധനങ്ങൾ കിട്ടി. എനിക്കിനി ഇവിടെ നിൽക്കണ്ട. അവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കി. താക്കോൽ ബൈക്കിൽ തന്നെയുണ്ട്. അവൻ താക്കോൽ തിരിച്ചു. ഇല്ല, ഇഗ്നിഷൻ ഓണാവുന്നില്ല. മീറ്റർ കത്തുന്നില്ല. ഫ്യൂസ് പോയതാണോ? അവൻ വീണ്ടും ശ്രമിച്ചു. ഒരു രക്ഷയുമില്ല. ബൈക്ക് പൂർണ്ണമായും നിശ്ചലമാണ്. ഇനിയിപ്പോൾ ഇത് തള്ളിക്കൊണ്ടു പോവുകയേ വഴിയുള്ളൂ. അവൻ ബൈക്ക് പടികൾ വഴി താഴെ ഇറക്കുന്നതിനെക്കുറിച്ച് ഓർത്ത് നെടുവീർപ്പിട്ടു. ഹാൻഡിലിൽ പിടിച്ച് അവൻ ബൈക്ക് മുന്നോട്ട് തള്ളി. അതനങ്ങിയില്ല. അവൻ സർവ്വശക്തിയും എടുത്ത് തള്ളി. ഇല്ല, 1 ഇഞ്ച് പോലും അത് മുന്നോട്ട് നീങ്ങുന്നില്ല. ആരോ അത് തറയിൽ വെൽഡ് ചെയ്തതുപോലെ. ഇതെന്താ ഇങ്ങനെ? അവൻ ബൈക്ക് ആഞ്ഞു തള്ളിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ ചിരി വീണ്ടും കേട്ടത്. ഒരു കുട്ടിയുടെ ചിരി. ശബ്ദം വരുന്നത് മുറിയുടെ മൂലയിൽ നിന്നാണ്. ആ തുണിക്കെട്ടുകൾക്കിടയിൽ നിന്ന്. ആകാശ് ഫോൺ ടോർച്ച് അങ്ങോട്ടേക്ക് തിരിച്ചു. ചിരി പെട്ടെന്ന് നിന്നു. അവൻ ഭയത്തോടെ ആ തുണിക്കെട്ടുകൾക്കരികിലേക്ക് നടന്നു. നിലത്ത് വീണ് കിടക്കുന്ന ഒരു സാരിയോ മറ്റോ ആണ്. അവൻ കാലുകൊണ്ട് അത് തട്ടിമാറ്റി. അതിനടിയിൽ പഴയ നിറം മങ്ങിയ ഒരു പോർസലൈൻ പാവ. അതിൻ്റെ ഒരു കണ്ണ് അടർന്നുപോയിരുന്നു. വായയുടെ ഒരു ഭാഗം വിണ്ടു കീറിയിരിക്കുന്നു. ഒരു ചിരി മായാതെ നിൽക്കുന്നത് പോലെ. അവന് അല്പം ആശ്വാസം തോന്നി. ഓ, ഒരു പാവ. കാറ്റടിക്കുമ്പോൾ അതിൽ നിന്ന് ശബ്ദം വരികയാകാം. അവൻ വീണ്ടും തിരിഞ്ഞ് ബൈക്കിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അപ്പോഴാണ് അവൻ്റെ നോട്ടം ഭിത്തിയിലെ ആ വലിയ കണ്ണാടിയിൽ പതിഞ്ഞത്. പൊടി പിടിച്ച ഗ്ലാസിൽ അവൻ്റെ പ്രതിബിംബം അവ്യക്തമായി കാണാമായിരുന്നു.
അവൻ കണ്ണാടിയുടെ അടുത്തേക്ക് നടന്നു. ഫോണിന്റെ വെളിച്ചം അതിലേക്കടിച്ചു. അവൻ കൈകൊണ്ട് കണ്ണാടിയിലെ പൊടി തുടച്ചു. പ്രതിബിംബം മെല്ലെ തെളിഞ്ഞു വന്നു. ഭയന്നു വിറച്ച തൻ്റെ സ്വന്തം രൂപം. അലങ്കോലമായ മുടി, വിടർന്ന കണ്ണുകൾ. അവൻ ആശ്വാസത്തോടെ സ്വന്തം പ്രതിബിംബത്തെ നോക്കി. പെട്ടെന്ന് അവൻ്റെ ഹൃദയം നിലച്ചു. അവൻ്റെ പ്രതിബിംബത്തിന് പിന്നിൽ കണ്ണാടിക്കുള്ളിൽ മറ്റൊരാൾ കൂടി. തൻ്റെ ബൈക്ക് അവിടെ തന്നെയുണ്ട്. പക്ഷേ ആ ബൈക്കിൻ്റെ സീറ്റിൽ നീണ്ട മുടിയിട്ട ആ സ്ത്രീ രൂപം ഇരിക്കുന്നു. കണ്ണാടിയിലൂടെ അവർ അവനെ തന്നെ തുറിച്ചു നോക്കുകയാണ്. അവരുടെ മുഖം, അതിൽ തൊലിയുണ്ടായിരുന്നില്ല. ഒരു നിമിഷം, ഒരു യുഗം പോലെ നീണ്ട ഒരു നിമിഷം. ആകാശ് അനങ്ങിയില്ല. അവൻ ശ്വാസമെടുക്കാൻ മറന്നു. അവൻ്റെ കണ്ണുകൾ കണ്ണാടിയിൽ തറച്ചിരിക്കുകയായിരുന്നു. ഫോണിൻ്റെ വെളിച്ചത്തിൽ ആ രൂപം കൂടുതൽ വ്യക്തമായി. അത് തൻ്റെ ബൈക്കിലിരിക്കുന്നു, കണ്ണാടിക്കുള്ളിൽ. തൊലിയില്ലാത്ത നനഞ്ഞ മാംസപേശികൾ മാത്രമുള്ള ഒരു മുഖം. കണ്ണുകൾ വെളുത്ത ഗോളങ്ങൾ പോലെ പുറത്തേക്ക് തുറിച്ചിരിക്കുന്നു. പല്ലുകൾ മാത്രമുള്ള വായ. നീണ്ട മുടികിഴകൾ ആ അഴുകിയ മുഖത്തേക്ക് വീണ് കിടക്കുന്നു. അവൻ്റെ യുക്തി മനസ്സിൻ്റെ ഒരു കോണിൽ നിന്ന് ഒരു ശബ്ദമുയർന്നു. തിരിഞ്ഞു നോക്ക്. ഭയത്തെ അതിജീവിച്ച് ഞരങ്ങിയ ഒരു ശബ്ദത്തോടെ അവൻ പതുക്കെ തിരിഞ്ഞു. തൻ്റെ തൊട്ടുപിന്നിലുള്ള യഥാർത്ഥ ബൈക്കിലേക്ക്. അവിടെ ആരുമില്ല. ബൈക്കിൻ്റെ സീറ്റ് ശൂന്യമായി കിടക്കുന്നു. അവൻ്റെ നെഞ്ചിൽ നിന്ന് ഒരു നെടുവീർപ്പുയർന്നു. തോന്നൽ, എൻ്റെ തോന്നൽ മാത്രമാണ്, ഭയം കൊണ്ടുള്ള. അവൻ വാചകം പൂർത്തിയാക്കിയില്ല. വിറയ്ക്കുന്ന കൈകളോടെ അവൻ വീണ്ടും കണ്ണാടിയിലേക്ക് നോക്കി. അത് ഇപ്പോഴും അവിടെയുണ്ട്. അവൻ്റെ പ്രതിബിംബം ഭയന്ന് വിറച്ചു നിൽക്കുന്നു. അതിനു പിന്നിൽ ബൈക്കിൻ്റെ സീറ്റിൽ ആ ഭീകരരൂപം അനങ്ങാതെയിരിക്കുന്നു. അത് കണ്ണാടിയിലൂടെ അവനെ തന്നെ ഉറ്റുനോക്കുകയാണ്. ഇല്ല, അവൻ പിറുപിറുത്തു. അവൻ കണ്ണാടിയിൽ നിന്ന് ഒരു ചുവട് പിന്നോട്ട് വെച്ചു. കണ്ണാടിക്കുള്ളിലെ അവൻ്റെ പ്രതിബിംബവും പിന്നോട്ട് നീങ്ങി. പക്ഷേ ആ സ്ത്രീരൂപം അനങ്ങിയില്ല. അത് ബൈക്കിൽ തന്നെ ഇരുന്നു. പെട്ടെന്ന് അതനങ്ങി. വളരെ പതുക്കെ. അതിൻ്റെ തൊലിയില്ലാത്ത ഒരു കൈ ഉയർന്നു വന്നു. വിരലുകൾ നീണ്ട് അസ്ഥികൾ മാത്രമുള്ളതായിരുന്നു അത്. ആ വിരലുകൾ അവൻ്റെ പ്രതിബിംബത്തിൻ്റെ തോളിൽ വയ്ക്കാനെന്ന പോലെ അടുത്തു. ആകാശ് അലറി വിളിച്ചുകൊണ്ട് പിന്നോട്ട് ചാടി. ആ അദൃശ്യമായ സ്പർശം അവനറിഞ്ഞു. അവൻ്റെ യഥാർത്ഥ തോളിൽ ആരോ തൊട്ടതുപോലെ, മഞ്ഞുകട്ട പോലെ തണുത്ത മരവിപ്പിക്കുന്ന ഒരു സ്പർശനം. അവൻ നിലവിളിച്ചുകൊണ്ട് തൻ്റെ തോളിൽ തട്ടി. അവിടെ ഒന്നുമില്ല. അവൻ വീണ്ടും കണ്ണാടിയിലേക്ക് നോക്കി. ആ രൂപം ഇപ്പോൾ അവനെ നോക്കി ചിരിക്കുകയായിരുന്നു. തൊലിയില്ലാത്ത ചുണ്ടുകൾ വിടർന്ന് പല്ലുകൾ മാത്രമുള്ള മോണ കാട്ടിയുള്ള ഒരു ഭീകരമായ പുഞ്ചിരി. ആകാശിന് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. അവൻ ഫോൺ ആ പ്രതിബിംബത്തിലേക്ക് ആഞ്ഞെറിഞ്ഞു. ഒരു ശബ്ദമുണ്ടാക്കി ഫോൺ കണ്ണാടിയിൽ ഇടിച്ച് താഴെ വീണു. കണ്ണാടി പൊട്ടിയില്ല, ഒരു പോറൽ പോലും ഏറ്റില്ല. പക്ഷെ ഫോൺ താഴെ വീണ് അതിൻ്റെ വെളിച്ചമണഞ്ഞുപോയി. മുറിയിൽ വീണ്ടും ഇരുട്ട് നിറഞ്ഞു. ലൈറ്റർ, അത് ബൈക്കിനടുത്ത് എവിടെയോ ആണ്. അവൻ വിറയ്ക്കുന്ന കൈകളാൽ നിലത്ത് പരതി. ആ ചിരി, അത് പാവയുടേതായിരുന്നില്ല. അത് വരുന്നത് കണ്ണാടിയുടെ ദിശയിൽ നിന്നാണ്. കൂടുതൽ പൈശാചികമായ ആഴത്തിലുള്ള ഒരു ചിരി. ദൈവമേ, എന്നെ രക്ഷിക്കണേ, യുക്തിവാദിയായ ആകാശ് ആദ്യമായി പ്രാർത്ഥിച്ചു. അവൻ്റെ കൈ ലൈറ്ററിൽ തടഞ്ഞു. അവൻ അത് മുറുകെ പിടിച്ചു. അതേ നിമിഷം ആ മുറിയുടെ വാതിൽ, അവൻ അകത്തേക്ക് വന്ന ആ വാതിൽ അതിശക്തമായി ഒരു വലിയ ശബ്ദത്തോടെ അടഞ്ഞു. വാതിലടഞ്ഞ ശബ്ദത്തിൽ ആകാശ് ഞെട്ടി വിറച്ചു. അവൻ ലൈറ്റർ കത്തിച്ചു. ആ ചെറിയ വെളിച്ചം ഭ്രാന്തമായി ആടിയുലഞ്ഞു. അവൻ വാതിലിനടുത്തേക്ക് ഓടി. ഓടാമ്പലിട്ടിട്ടില്ല, പക്ഷെ അത് തുറക്കാൻ സാധിക്കുന്നില്ല. അവൻ സർവ്വശക്തിയുമെടുത്ത് അതിൽ ചവിട്ടി. പിന്നെ ഇടിച്ചു. തുറക്ക്, തുറക്കാൻ. അനക്കമില്ല. അത് പുറത്തുനിന്ന് ആരോ പൂട്ടിയിരിക്കുന്നു. കുട്ടിയുടെ ചിരി വീണ്ടും, ഇത്തവണ തൊട്ടുപിന്നിൽ നിന്ന്. അവൻ ഞെട്ടിത്തിരിഞ്ഞു. ലൈറ്റർ ആടിയുലഞ്ഞു. കണ്ണാടി ശൂന്യമാണ്. അവൻ്റെ പ്രതിബിംബം മാത്രം. ആ സ്ത്രീരൂപം അതിലില്ല. അവൻ്റെ ഉള്ളിലൂടെ ഒരു കൊള്ളിയാൻ മിന്നി. അത് കണ്ണാടിയിലില്ലെങ്കിൽ അതിനർത്ഥം അത് ഈ മുറിയിൽ, ഈ ഇരുട്ടിൽ തന്നോടൊപ്പം ഇല്ല. അവൻ വീണ്ടും വാതിലിൽ ആഞ്ഞടിച്ചു. ഭയം അവന് അമാനുഷികമായ ശക്തി നൽകി. 5 or 6 തവണ ആഞ്ഞടിച്ചപ്പോൾ വാതിലിൻ്റെ ക്ലാവ് പിടിച്ച വിജാഗിരി തകർന്ന് അത് തുറന്നു വന്നു. അവൻ ആടിയുലഞ്ഞ് ഇടനാഴിയിലേക്ക് വീണു. ഫോൺ, അത് മുറിക്കുള്ളിലാണ്. അവനത് വേണ്ട. ഈ നിമിഷം ഈ നരകത്തിൽ നിന്ന് പുറത്തു കടന്നാൽ മതി. അവൻ ലൈറ്ററിൻ്റെ വെളിച്ചത്തിൽ കോണിപ്പടിയെ ലക്ഷ്യമാക്കി ഓടി. ഇടനാഴികളിലെ മറ്റു മുറികളെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. അവൻ ആദ്യത്തെ വാതിൽ കടന്നുപോയി.
അതിനകത്തു നിന്ന് ഒരു ശബ്ദം. ആരോ നഖം കൊണ്ട് വാതിലിൽ മാന്തുന്ന ശബ്ദം. ആകാശ് വേഗത കൂട്ടി. രണ്ടാമത്തെ വാതിൽ. അതിനകത്തു നിന്ന് ഒരു തേങ്ങൽ. ഒരു കൊച്ചുകുട്ടി നിർത്താതെ കരയുന്ന നേർത്ത ശബ്ദം. അവൻ ഓടുകയായിരുന്നു. മൂന്നാമത്തെ വാതിൽ. അതിനകത്തു നിന്ന് ഒരു മുരൾച്ച. ഒരു കാട്ടുമൃഗം ഇരയെ കിട്ടിയതുപോലെ. അതോടൊപ്പം എന്തോ ഒന്ന് തറയിലൂടെ വലിച്ചിഴയ്ക്കുന്ന ശബ്ദം. നാലാമത്തെ വാതിൽ. അഞ്ചാമത്തെ വാതിൽ. ഓരോ വാതിൽ കടന്നു പോകുമ്പോഴും ശബ്ദങ്ങൾ ഉച്ചത്തിലായി. മാന്തൽ ആഞ്ഞടിക്കുന്ന ശബ്ദമായി. തേങ്ങൽ അലമുറയായി. മുരൾച്ച അട്ടഹാസമായി. ആ അടഞ്ഞ വാതിലുകളെല്ലാം ഒരേ സമയം പ്രകമ്പനം കൊള്ളാൻ തുടങ്ങി. ആരോ അകത്തുനിന്ന് അതിശക്തമായി ഇടിക്കുകയാണ്. അവന് കോണിപ്പടി കാണാറായി. കഷ്ടിച്ച് 10 അടി മാത്രം. പെട്ടെന്ന് അവൻ്റെ ലൈറ്ററിൻ്റെ തീ അണഞ്ഞു. ഇന്ധനം തീർന്നതാണ്. ഇടനാഴി പൂർണ്ണമായും ഇരുട്ടിലായി. ഇതിപ്പോൾ തന്നെ വേണമായിരുന്നോ? അവൻ കൈകൾ മുന്നോട്ട് നീട്ടി ചുമരിൽ തപ്പിത്തടഞ്ഞോടി. ഉടനെ മറ്റൊരു ശബ്ദം. അവൻ്റെ പിന്നിൽ. അവൻ ഓടി വന്ന ഇടനാഴിയിലെ ആദ്യത്തെ വാതിൽ തുറക്കുന്ന ശബ്ദം. അതോടൊപ്പം മറ്റ് ശബ്ദങ്ങളും ഉയർന്നു. ബാക്കി എല്ലാ വാതിലുകളും അവ ഒന്നൊന്നായി തുറക്കുകയാണ്. അവൻ ഓട്ടം നിർത്തിയില്ല. അവൻ കോണിപ്പടിയുടെ വക്കിലെത്തി. അവൻ തിരിഞ്ഞു നോക്കിയില്ല. നോക്കാൻ അവന് ധൈര്യമുണ്ടായിരുന്നില്ല. അവൻ താഴേക്കുള്ള ആദ്യത്തെ പടിയിൽ കാലെടുത്തു വെച്ചു. അതേ നിമിഷം മുകളിലത്തെ ഇടനാഴിയിൽ നിന്ന് ഒരു കൂട്ട നിലവിളിയുയർന്നു. അതോടൊപ്പം ഡസൻ കണക്കിന് കൈകാലുകൾ തറയിലടിച്ചുകൊണ്ട് ഓടിവരുന്ന ശബ്ദം. അവയെല്ലാം അവൻ്റെ പിന്നാലെ വരികയാണ്. ആകാശ് പടികളിലേക്ക് കാലെടുത്തു വെച്ച് 2 or 3 പടികൾ ഒരുമിച്ച് ചാടിയിറങ്ങി. അവൻ്റെ കണ്ണുകൾ ഇരുട്ടുമായി പൊരുത്തപ്പെടാൻ തുടങ്ങിയിരുന്നു. നടുമുറ്റത്ത് നിന്നുള്ള നേരിയ നിലാവെട്ടം ഒരു മങ്ങിയ വെളിച്ചം പകർന്നു. അവൻ പാതിയോളം പടികൾ ഇറങ്ങി. പെട്ടെന്നാണത് സംഭവിച്ചത്. അവൻ്റെ ഭാരം താങ്ങാനാവാതെ പുഴുക്കുത്തു വീണ ഒരു പടി തകർന്നു. ആകാശിൻ്റെ വായിൽ നിന്നും ഒരു അലർച്ചയുയർന്നു. അവൻ്റെ വലതുകാൽമുട്ടിന് താഴെ വരെ പടിക്കുള്ളിലേക്ക് ആഴ്ന്നുപോയി. അവൻ നിലവിളിച്ചുകൊണ്ട് മുന്നോട്ടാഞ്ഞു. തകർന്ന തടിയുടെ കൂർത്ത അഗ്രം അവൻ്റെ കാലിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ചു. വേദന കൊണ്ട് അവൻ്റെ കണ്ണിൽ ഇരുട്ട് കയറി. അവൻ പടിയിൽ പിടിച്ച് മുകളിലേക്ക് വലിയാൻ ശ്രമിച്ചു. കാലനക്കാൻ പറ്റുന്നില്ല. അത് എവിടെയോ കുടുങ്ങിയിരിക്കുന്നു. അവൻ മുകളിലേക്ക് നോക്കി. ഇടനാഴിയുടെ മുകളിൽ നിന്ന് കോണിപ്പടിയുടെ തുടക്കത്തിൽ ഇരുട്ടിൽ തിളങ്ങുന്ന ഒരു ജോഡി വെളുത്ത കണ്ണുകൾ. ആ സ്ത്രീ രൂപം. അത് പതുക്കെ പടികൾക്ക് മുകളിൽ നിന്ന് താഴേക്ക് നോക്കി. അതിൻ്റെ നീണ്ട മുടിയിഴകൾ താഴേക്ക് ഊർന്നു വീണു. ആ ചിരി. അത് വീണ്ടും മുഴങ്ങി. "പോ, എൻ്റെ അടുത്തേക്ക് വരരുത്!" ആകാശ് ഉറക്കെ അലറി. ആ രൂപം ചിരിച്ചുകൊണ്ട് പടികൾ ഇറങ്ങാൻ തുടങ്ങി. പക്ഷേ അത് നടക്കുകയായിരുന്നില്ല. ഒരു ചിലന്തിയെപ്പോലെ അത് 4 കാലിൽ പടികൾ ഇറങ്ങി വരികയാണ്. കൈകളും കാലുകളും വളച്ച് അത് അതിവേഗത്തിൽ താഴേക്കിഴഞ്ഞു. അതിൻ്റെ തല 180 ഡിഗ്രി തിരിഞ്ഞ് താഴെ കുടുങ്ങിക്കിടക്കുന്ന അവനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. അതിൻ്റെ കൈകാലുകൾ തടിയിലടിക്കുന്ന ശബ്ദം അടുത്തു വന്നു. "ഇല്ല!" ആകാശ് സർവശക്തിയുമെടുത്ത് തൻ്റെ കാൽ വലിച്ചു. മാംസം കീറിമുറിയുന്ന വേദന അവനറിഞ്ഞു. അവൻ കാൽ പുറത്തെടുത്തു. പക്ഷേ അവൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. അവൻ പടികളിലൂടെ ഉരുണ്ടുരുണ്ട് താഴേക്ക് വീണു. നടുമുറ്റത്തെ തണുത്ത തറയിൽ അവൻ മലർന്നടിച്ചു വീണു. തറ എവിടെയോ ശക്തിയായി ഇടിച്ചു. ഒരു നിമിഷത്തേക്ക് അവൻ്റെ കാഴ്ച മങ്ങി. അവൻ തല കുടഞ്ഞുകൊണ്ട് എഴുന്നേൽക്കാൻ ശ്രമിച്ചു. അവൻ്റെ ഫോൺ അവിടെ കിടക്കുന്നു. അതെങ്ങനെ അവിടെ വന്നുവെന്ന് അവന് മനസ്സിലായില്ല. അവൻ ബൈക്കിരുന്ന മുറിയിൽ നിന്നെറിഞ്ഞ ഫോൺ ജനലിലൂടെയോ മറ്റോ തെറിച്ച് താഴെ നടുമുറ്റത്തേക്ക് വീണതാവാം. അതിൻ്റെ സ്ക്രീൻ പൊട്ടിയിരുന്നു. പക്ഷെ ടോർച്ച് ഇപ്പോഴും കത്തുന്നുണ്ട്. അവൻ ഫോണിനായി കൈനീട്ടി. അതേ നിമിഷം തണുത്ത അസ്ഥി മാത്രമുള്ള ഒരു കാൽ അവൻ്റെ നെഞ്ചിൽ ചവിട്ടി. അവൻ മുകളിലേക്ക് നോക്കി. ആ സ്ത്രീ രൂപം അവൻ്റെ മുകളിൽ കുനിഞ്ഞു നിൽക്കുന്നു. അതിൻ്റെ തൊലിയില്ലാത്ത മുഖം അവൻ്റെ മുഖത്തിന് തൊട്ടുമുകളിൽ. അഴുകിയ മാംസത്തിൻ്റെയും പാലപ്പൂവിൻ്റെയും രൂക്ഷഗന്ധം അവൻ്റെ ശ്വാസകോശങ്ങളിലേക്ക് അടിച്ചു കയറി. അവൻ അനങ്ങാൻ ഭയന്ന് കിടന്നു. അത് അവനെ നോക്കിയില്ല. അത് പതുക്കെ തലതിരിച്ച് 4 കെട്ടിൻ്റെ മറ്റേ ഭാഗത്തേക്ക് അടുക്കളയുടെ ദിശയിലേക്ക് നോക്കി. എന്നിട്ടത് മന്ത്രിച്ചു. ആകാശിനോടായിരുന്നില്ല, മറ്റാരോടോ എന്ന പോലെ. "ഇവനെ കിട്ടി. ഇനി മറ്റേയാളെ." ആകാശിൻ്റെ രക്തം മരവിച്ചു. "മറ്റേയാളെ? ഈ നരകത്തിൽ താൻ ഒറ്റയ്ക്കല്ല എന്നാണോ?" മറ്റേയാളെ. ആ വാക്കുകൾ ആകാശിൻ്റെ ധൈര്യത്തെ പൂർണ്ണമായും ഇല്ലാതാക്കി. അവൻ ആ രൂപത്തിൻ്റെ കാൽ കീഴിൽ ശ്വാസം അടക്കി പിടിച്ചു കിടന്നു. ആ അഴുകിയ മുഖം അപ്പോഴും അടുക്കള ഭാഗത്തേക്കുള്ള ഇരുണ്ട ഇടനാഴിയിലേക്ക് തിരിച്ചിരിക്കുകയായിരുന്നു. അത് അവനെ പൂർണ്ണമായും അവഗണിച്ചു.
അവനൊരു നിസാരനായ ഇര മാത്രമാണെന്ന മട്ടിൽ. അവൻ്റെ നെഞ്ചിൽ ചവിട്ടിയിരുന്ന കാലത് പതുക്കെ മാറ്റി. എന്നിട്ട് ഒരു വാക്കുപോലും മിണ്ടാതെ ആ രൂപം ഇരുട്ടിലേക്ക് നീങ്ങിത്തുടങ്ങി. അത് അടക്കുകയായിരുന്നില്ല. അതിൻ്റെ കൈകാലുകൾ അസ്വാഭാവികമായി വളയുകയും പുളയുകയും ചെയ്തു. ഒരു വലിയ ചിലന്തി വേഗത്തിൽ നീങ്ങുന്നതുപോലെ 4 കാലിലത് ആ ഇരുണ്ട ഇടനാഴിയിലേക്ക് നൂഴ്ന്നു കയറി. അതിൻ്റെ കൈകാലുകൾ തറയിലടിക്കുന്ന ശബ്ദം അകന്നുപോയി. പാലപ്പൂവിൻ്റെയും അഴുകിയ മാംസത്തിൻ്റെയും രൂക്ഷഗന്ധവും അതിനോടൊപ്പം ആ ഇരുട്ടിൽ ലയിച്ചു ചേർന്നു. 1 നിമിഷം, 2 നിമിഷം, ആകാശ് അനങ്ങിയില്ല. പിന്നെ അവൻ ആർത്തിയോടെ ശ്വാസം വലിച്ചെടുത്തു. അവൻ്റെ നെഞ്ച് അതിവേഗം ഉയർന്നു താണു. താൻ ജീവനോടെയുണ്ട്. അത് തന്നെ വിട്ടുപോയിരിക്കുന്നു. ഫോൺ. അവൻ കൈനീട്ടി പൊട്ടിയ സ്ക്രീനിൽ വിരലമർത്തി. ഭാഗ്യം ടോർച്ച് അണഞ്ഞിട്ടില്ല. അവൻ അത് മുറുകെ പിടിച്ചു. ആ വെളിച്ചം അവൻ്റെ കൈകളിൽ വിറച്ചു. അവൻ ആദ്യം വെളിച്ചം തിരിച്ചത് തൻ്റെ കാലിലേക്കാണ്. ആ കാഴ്ച കണ്ട് അവൻ്റെ വയറ്റിൽ നിന്ന് ഒരു ആന്തൽ മുകളിലേക്ക് വന്നു. പടി തകർന്നു കുടുങ്ങിയപ്പോൾ തടിയുടെ ഒരു വലിയ ചീള് അവൻ്റെ കാൽവണ്ണയിൽ ആഴത്തിൽ തറച്ചു കയറിയിരിക്കുന്നു. അതിനു ചുറ്റും രക്തം തളം കെട്ടി പാൻസിന്റെ തുണി കുതിർന്നിരിക്കുന്നു. അതിലേക്ക് നോക്കുന്തോറും വേദന അസഹനീയമായി തോന്നി. ഇല്ല, എനിക്കിവിടെ കിടക്കാൻ പറ്റില്ല. അവൻ ഫോൺ നിലത്ത് വെച്ച് പല്ല് കടിച്ചുകൊണ്ട് ആ തടിച്ചുകളിൽ പിടിച്ചു. എന്നിട്ട് ഒരൊറ്റ വലി. അവൻ്റെ അലർച്ച ആ 4 കെട്ടിൽ പ്രതിധ്വനിച്ചു. മാംസം കീറിമുറിയുന്ന വേദനയാൽ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. രക്തം ഒരു ചെറിയ നീരുറവ പോലെ ആ മുറിവിൽ നിന്ന് പുറത്തേക്കൊഴുകി. അവൻ വേഗം ഷർട്ടിന്റെ ഒരു ഭാഗം വലിച്ചു കീറി ആ മുറിവിൽ മുറുക്കി കെട്ടി. അതൊരു താൽക്കാലിക പരിഹാരം മാത്രമാണെന്ന് അവൻ അറിയാമായിരുന്നു. എഴുന്നേൽക്കാൻ ശ്രമിച്ച അവൻ വേദന കൊണ്ട് നിലവിളിച്ചു പോയി. അവൻ നടുമുറ്റത്തെ ഒരു തൂണിൽ ചാരിയിരുന്നു. ഇനി എന്തു ചെയ്യണം? ആ ഭീകരരൂപം മറ്റൊരാളെ തേടിപ്പോയിരിക്കുകയാണ്. എവിടെയാണ് ആ ആൾ? അപ്പോഴാണ് അവനത് കേട്ടത്. ആ ഇരുണ്ട അടുക്കളയിടനാഴിയിൽ നിന്നൊരു ശബ്ദം. അതൊരു മുരൾച്ചയോ ചിരിയോ ഒന്നുമായിരുന്നില്ല. അതൊരു മനുഷ്യന്റെ ശബ്ദമായിരുന്നു. പേടികൊണ്ട് തൊണ്ടയിടറിയ നേർത്ത ഒരു ശബ്ദം. ആരെങ്കിലും ഉണ്ടോ? രക്ഷിക്കണേ. അതൊരു പുരുഷന്റെ ശബ്ദമാണ്. ആകാശ് സ്തംഭിച്ചുപോയി. ആ ശബ്ദം കേട്ട ദിക്കിലേക്കാണ് ആ പൈശാചിക രൂപം ഇഴഞ്ഞുപോയത്. അത് ആ മനുഷ്യനെ വേട്ടയാടുകയാണ്. ഹലോ! ആകാശ് അറിയാതെ വിളിച്ചുപോയി. രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ. ഇതിനകത്ത് ഇരുട്ടാണ്. എനിക്ക് ശ്വാസം മുട്ടുന്നു. ആ ശബ്ദം കൂടുതൽ വ്യക്തമായി. അത് അടുക്കള ഭാഗത്തുള്ള ഏതോ മുറിയിൽ നിന്നാണ്. ആകാശിന്റെ മനസ്സ് വീണ്ടും 2ആയി പിളർന്നു. ഒരു ഭാഗം അവനോട് പറഞ്ഞു, ഓടുക, ഇതാണ് അവസരം. ആ രൂപം മറ്റൊരാളുടെ അടുത്താണ്, നിനക്ക് രക്ഷപ്പെടാം. മറുഭാഗം പറഞ്ഞു, നീ അവനെ സഹായിക്കണം. അവൻ നിന്നെപ്പോലെ കുടുങ്ങിപ്പോയതാണ്. ഒരു പക്ഷേ 2 പേർക്കും കൂടി രക്ഷപ്പെടാൻ കഴിഞ്ഞേക്കും. വേദന തിന്നുന്ന കാലിലേക്ക് അവൻ നോക്കി. എനിക്കൊന്നിനും കഴിയില്ല. രക്ഷപ്പെടുക, അതായിരുന്നു അവൻ്റെ തീരുമാനം. അവൻ തൂണിൽ പിടിച്ചെഴുന്നേറ്റു. മുടന്തി ഓരോ അടിയും വേദനയോടെ വെച്ച് അവൻ നടുമുറ്റം കടന്നു. അവൻ ആദ്യമായി പ്രവേശിച്ച പ്രധാന വാതിൽ ലക്ഷ്യമാക്കി നീങ്ങി. ഫോണിന്റെ വെളിച്ചത്തിൽ അവൻ ആ വലിയ മരവാതിൽ കണ്ടു. ക്ഷമിക്കണം, അവൻ ആ അജ്ഞാത ശബ്ദത്തോട് മനസ്സിൽ പറഞ്ഞു. അവൻ വാതിലിന്റെ വലിയ ഇരുമ്പ് കൈപ്പിടിയിൽ പിടിച്ച് ആഞ്ഞു തള്ളി. അതനങ്ങിയില്ല. പൂട്ടിയിരിക്കുകയാണോ? അവൻ വെളിച്ചം വാതിലിനോട് ചേർത്തടിച്ചു. ഇല്ല, ഒരു താക്കോൽ പഴുതോ ഓടാമ്പലോ ഒന്നുമില്ല. അവൻ അകത്തേക്ക് വന്നപ്പോൾ അത് തുറന്നു കിടക്കുകയായിരുന്നു. അവൻ വീണ്ടും തള്ളി. ഇല്ല. അവൻ ഭ്രാന്തമായി അതിലിടിച്ചു. തുറക്കാൻ. അത് കല്ലുപോലെ ഉറച്ചിരുന്നു. അവൻ വെളിച്ചം വാതിലിന്റെ വിടവുകളിലേക്ക് അടിച്ചു നോക്കി. അവന്റെ രക്തം തണുത്തുറഞ്ഞു. വിടവുകളില്ല. വാതിൽപ്പാളികൾ കട്ടിളയുമായി ഒന്നിച്ചു ചേർന്നിരിക്കുന്നു. മരം വളർന്ന് ഒന്നായതുപോലെ. ഈ വീട് തന്നെ പുറത്തു പോകാൻ അനുവദിക്കുന്നില്ല. ഇല്ല. അവൻ വാതിൽ തലതല്ലിക്കരയാൻ തുടങ്ങി. താൻ പൂർണ്ണമായും കുടുങ്ങിയിരിക്കുന്നു. പെട്ടെന്ന് അടുക്കള ഭാഗത്തു നിന്ന് ആ മനുഷ്യന്റെ ശബ്ദം വീണ്ടും ഉയർന്നു. അതൊരു സഹായാഭ്യർത്ഥനയായിരുന്നില്ല. അത് അസ്ഥി നുറുങ്ങുന്ന വേദനയിൽ നിന്നുള്ള മനുഷ്യൻ്റേതെന്ന് തോന്നിക്കാത്തത്ര ഉച്ചത്തിലുള്ള ഒരു അലർച്ചയായിരുന്നു. ആ അലർച്ച പെട്ടെന്ന് ഒരു ഞെരുക്കത്തിൽ അവസാനിച്ചു. ആരോ കഴുത്ത് ഞെരിച്ചു കൊല്ലുന്നത് പോലെ. അതിനൊപ്പം എന്തോ ഒന്ന് വലിച്ചു കീറുന്നതിൻ്റെയും എല്ലുകൾ പൊടിയുന്നതിൻ്റെയും ഭീകരമായ ശബ്ദം. പിന്നെ നിശബ്ദത, മരണത്തിൻ്റെ നിശബ്ദത. ആകാശ് വാതിലിൽ ചാരി നിന്ന് കിതച്ചു. അവൻ്റെ ശരീരം ഭയം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു. അവനും പോയി. ഇനി തൻ്റെ ഊഴമാണ്. ആ രൂപം അത് തിരികെ വരും.
അവൻ നിസ്സഹായനായി ഫോണിലെ വെളിച്ചം ആ ഇരുണ്ട അടുക്കളയുടെ നാഴിയിലേക്ക് തിരിച്ചു പിടിച്ചു. അതാ അത് വരുന്നു. ആ ഇഴയുന്ന ശബ്ദം അത് അടുക്കളയിൽ നിന്ന് നടുമുറ്റത്തേക്ക് മടങ്ങി വരികയാണ്. ആകാശ് ഭയന്ന് പിന്നോട്ട് നീങ്ങി. വാതിൽ തുറക്കില്ല. പടികൾ കയറി മുകളിലേക്ക് പോകാൻ തനിക്ക് കഴിയില്ല. തൻ്റെ കാൽ ഒടിഞ്ഞതിന് തുല്യമാണ്. താൻ മരിക്കും. അത് വരുന്ന ശബ്ദം നടുമുറ്റത്തെത്തി. പെട്ടെന്ന് മറ്റൊരു ശബ്ദം. ഉടനെ ആദ്യത്തെ ശബ്ദം നിലച്ചു. ആകാശ് കാതു കൂർപ്പിച്ചു. അത് ഊഞ്ഞാലിൻ്റെ ശബ്ദമാണ്. അവൻ കാട്ടിൽ വെച്ച് കേട്ട അതേ ശബ്ദം. പക്ഷെ അത് നടുമുറ്റത്തു നിന്നല്ല വരുന്നത്. അവൻ്റെ വലതുവശത്ത് ചുറ്റുവരാന്തയോട് ചേർന്നുള്ള ഒരു മുറിയിൽ നിന്നാണ്. ആ മുറിയുടെ വാതിൽ ചെറുതായി തുറന്നു കിടക്കുന്നു. ആകാശ് അനങ്ങാൻ ഭയന്നു നിന്നു. അവൻ്റെ ഫോൺ കയ്യിലിരുന്ന് വിറച്ചു. നടുമുറ്റത്ത് ഇരുട്ടിൽ ആ ഭീകരരൂപം അനങ്ങാതെ നിൽക്കുകയാണെന്ന് അവനറിയാമായിരുന്നു. അത് കാതോർക്കുകയാണ്. ആ ഊഞ്ഞാലിൻ്റെ ശബ്ദം അത് കേട്ടു. ഊഞ്ഞാലിൻ്റെ ശബ്ദം വരുന്ന മുറിയിലേക്കും ആ രൂപം നിൽക്കുന്ന ഇരുട്ടിലേക്കും ആകാശ് മാറി മാറി നോക്കി. താൻ രണ്ട് കെണികൾക്ക് നടുവിലാണ്. പൊടുന്നനെ നടുമുറ്റത്തെ രൂപം വീണ്ടും അനങ്ങി. അത് പടികൾ കയറി മുകളിലേക്ക് പോവുകയാണ്. അത് വന്ന വഴിയെ തിരിച്ചു പോകുന്നു. അത് ഊഞ്ഞാലിൻ്റെ ശബ്ദത്തെ അവഗണിച്ച മട്ടാണ്. ഒരുപക്ഷേ അതിനാ ശബ്ദത്തെ ഭയമായിരിക്കുമോ? ആ രൂപം പടികൾ കയറി അപ്രത്യക്ഷമായെന്നുറപ്പായപ്പോൾ ആകാശ് ആശ്വാസത്തോടെ നിലത്തിരുന്നു പോയി. താൻ തൽക്കാലത്തേക്കെങ്കിലും രക്ഷപ്പെട്ടു. ആ മുറിയിൽ നിന്നുള്ള ഊഞ്ഞാലിൻ്റെ ശബ്ദം തുടർന്നുകൊണ്ടേയിരുന്നു. അവൻ്റെ ഉള്ളിലെ ഭയം ജിജ്ഞാസയ്ക്ക് വഴിമാറി. എന്താണ് ആ മുറിക്കുള്ളിൽ? ആ ഊഞ്ഞാലെങ്ങനെ ഇവിടെ എത്തി? വേദനിക്കുന്ന കാൽ വലിച്ചിഴച്ച് അവൻ ആ മുറിയുടെ വാതിലിനടുത്തേക്ക് നീങ്ങി. ശേഷം ഫോണിൻ്റെ വെളിച്ചം ആ നേരിയ വിടവിലൂടെ അകത്തേക്കടിച്ചു. അകത്ത് പൊടി പിടിച്ച ഒരു മുറി. അതൊരു കുട്ടിയുടെ മുറിയായിരുന്നിരിക്കണം. അവൻ പതുക്കെ വാതിൽ തള്ളി തുറന്നു. അവൻ്റെ ഫോൺ വെളിച്ചം മുറിയുടെ നടുവിലേക്ക് വീണു. അവിടെ ഒരു ഊഞ്ഞാലല്ല, തടിയിൽ തീർത്ത മേൽക്കൂരയിൽ നിന്ന് 4 കയറുകളിൽ കെട്ടിത്തൂക്കിയ ഒരു വലിയ ആട്ടുതൊട്ടിൽ. പഴയ തറവാടുകളിൽ കാണുന്നത് പോലെയുള്ള ഒന്ന്. അത് താളത്തിൽ ആടിക്കൊണ്ടിരിക്കുകയാണ്. തൊട്ടിലിൽ ആരുമില്ല. ആരാ ഇവിടെ? ആകാശ് വിറയലോട് ചോദിച്ചു. ആട്ടം പെട്ടെന്ന് നിന്നു. മുറിയിൽ സമ്പൂർണ്ണ നിശബ്ദത. ആകാശ് വെളിച്ചം മുറിക്ക് ചുറ്റും കാണിച്ചു. പൊടി പിടിച്ച കളിപ്പാട്ടങ്ങൾ, ഒരു ചെറിയ മേശ, ഭിത്തിയിൽ നിറം മങ്ങിയ ചിത്രങ്ങൾ. അവൻ്റെ നോട്ടം തിരികെ ആ ആട്ടുതൊട്ടിലേക്ക് വന്നു. അവൻ ഞെട്ടി. അവൻ്റെ ശ്വാസം ഒരു നിമിഷം നിലച്ചു. ആദ്യം അവിടെയില്ലാതിരുന്ന ഒരു സാധനം ഇപ്പോൾ ആ തൊട്ടിലിരിക്കുന്നു. ആ പോർസലൈൻ പാവ. മുകളിലത്തെ നിലയിലെ മുറിയിൽ അവൻ കണ്ട അതേ പാവ. അതിൻ്റെ അടർന്ന കണ്ണുമായി വിണ്ടുകീറിയ ചിരിയുമായി അത് അവനെ തന്നെ നോക്കിയിരിക്കുന്നു. നീ എങ്ങനെ ഇവിടെ വന്നു? അവൻ ഭയത്തോടെ പിന്നോട്ടൊരു ചുവട് വെച്ചു. അതേ നിമിഷം ഒരു കൊച്ചുകുട്ടിയുടെ നേർത്ത ശബ്ദമുയർന്നു. ആ പാവയുടെ തൊണ്ടയിൽ നിന്നല്ല, മറിച്ച് ആ തൊട്ടിലിൻ്റെ ഉള്ളിൽ നിന്ന്. നീ എൻ്റെ പാവയെ എറിഞ്ഞല്ലേ? ആകാശ് ഭയം കൊണ്ട് വിറങ്ങലിച്ചു. അവൻ്റെ നാവ് തളർന്നു. എനിക്ക് വേദനിച്ചു. ശബ്ദം തുടർന്നു. പക്ഷെ സാരമില്ല. തൊട്ടിൽ വീണ്ടും പതുക്കെ ആടാൻ തുടങ്ങി. എനിക്കിവിടെ കളിക്കാൻ ആരുമില്ലായിരുന്നു. ആ നേർത്ത തണുത്ത ശബ്ദം ആകാശിൻ്റെ കാതുകളിൽ മുഴങ്ങി. ഇപ്പോൾ നീ വന്നല്ലോ. ആ പാവയുടെ പൊട്ടിയ വായ അല്പം കൂടി വിടരുന്നത് അവൻ കണ്ടു. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായി ആകാശ്. ആ കൊച്ചുകുട്ടിയുടെ ശബ്ദം ആ പാവയുടെ നിശ്ചലമായ തൊട്ടിലിൽ നിന്ന് ഒഴുകി വന്നപ്പോൾ ആകാശിൻ്റെ ഭയം അതിൻ്റെ പാരമ്യതയിലെത്തി. മുറിവേറ്റ കാലിലെ വേദനയേക്കാൾ ഭയാനകമായിരുന്നു ആ ശബ്ദത്തിൻ്റെ തണുപ്പ്. ആരാണ് നീ? ആകാശ് പല്ലുകൾ കൂട്ടിയിടിച്ചു ചോദിച്ചു. എന്തിനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്? ആട്ടുതൊട്ടിൽ വീണ്ടും പതുക്കെ ആടാൻ തുടങ്ങി. ഞാൻ ഉണ്ണി. ആ ശബ്ദം നിഷ്കളങ്കമായി പറഞ്ഞു. ഇതെൻ്റെ വീടാണ്. ഞാനിവിടെ ഒറ്റയ്ക്കാണ്. എനിക്ക് കളിക്കാൻ ആരുമില്ല. കളിക്കാനോ? അപ്പോൾ എൻ്റെ ബൈക്ക്, ആ ഊഞ്ഞാൽ? ആകാശ് ചോദിച്ചു. ബൈക്ക് എനിക്കിഷ്ടായി. നല്ല ചുവപ്പ് നിറം. ഞാൻ അമ്മയോട് പറഞ്ഞു. അമ്മ എനിക്കത് കൊണ്ടുവന്നു തന്നു. ആകാശിൻ്റെ തല കറങ്ങി. അമ്മയോ? ആ രൂപമാണോ നിന്റെ അമ്മ? അമ്മയ്ക്ക് നിന്നെ ഇഷ്ടായില്ല. അമ്മയ്ക്ക് ആരും ഇഷ്ടമല്ല. ഉണ്ണിയുടെ ശബ്ദത്തിൽ ഒരു സങ്കടം നിഴലിച്ചു. അമ്മ എപ്പോഴും ദേഷ്യത്തിലാണ്. അതുകൊണ്ടാണ് ഞാൻ നിന്നെ ആ മുറിയിൽ നിന്ന് വിളിച്ചത്. അമ്മ നിന്നെയും കൊല്ലും. ആ മുറിയിൽ നിന്ന്? അപ്പോൾ എൻ്റെ ഫോൺ താഴെ വീണത്? ആകാശ് സംശയത്തോടെ തൊട്ടിലിലേക്ക് നോക്കി. അതെ, ഞാൻ ജനല തുറന്നു തന്നു. അല്ലെങ്കിൽ അമ്മ നിന്നെ അവിടെ വെച്ച് തന്നെ. ആ ശബ്ദം പാതിയിൽ നിലച്ചു. ആകാശ് സ്തംഭിച്ചുപോയി. ആ ഭീകരരൂപം മറ്റൊരാളെ കൊന്നു. ഇപ്പോൾ അത് മുകളിലത്തെ നിലയിൽ എവിടെയോ ആണ്.
ഈ കുട്ടിയുടെ രൂപമില്ലാത്ത ശബ്ദമാണ് തൻ്റെ ജീവൻ ഇപ്പോൾ രക്ഷിച്ചത്. ആ മറ്റേയാൾ ആരായിരുന്നു? ആകാശ് ചോദിച്ചു. അത് കഴിഞ്ഞ ആഴ്ച വന്ന ആളാ. അയാൾക്ക് കളിക്കാൻ ഇഷ്ടമല്ലായിരുന്നു. അയാൾക്ക് എപ്പോഴും കരച്ചിലായിരുന്നു. അമ്മയ്ക്ക് അയാളെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് അമ്മ അയാളെ കളിപ്പിച്ചു എന്ന വാക്ക് ഉണ്ണി പറഞ്ഞ രീതി കേട്ട് ആകാശിന്റെ വയറ്റിൽ ഒരു ആന്തലുണ്ടായി. ഉണ്ണി, ആകാശ് മുറിവേറ്റ കാൽ വലിച്ചിഴച്ച് ആ തൊട്ടിലിനടുത്തേക്ക് ഒരു ചുവട് വെച്ചു. എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം. എൻ്റെ അമ്മ കാത്തിരിക്കും. പെട്ടെന്ന് ആട്ടുതൊട്ടിലിൻ്റെ ആട്ടം നിന്നു. മുറിയിലെ താപനില അവിശ്വസനീയമായ രീതിയിൽ താണു. പോകാനോ? ഉണ്ണിയുടെ നിഷ്കളങ്കമായ ശബ്ദം പോയിരുന്നു. പകരം അവിടെ ഉയർന്നത് തണുത്തുറഞ്ഞ പരുഷമായ ഒരു സ്വരമാണ്. ഇതെന്റെ വീടാണ്. എൻ്റെ കളിപ്പാട്ടങ്ങൾ എൻ്റെ വീട്ടിൽ നിന്ന് പുറത്തു പോകാറില്ല. ഞാൻ നിന്റെ കളിപ്പാട്ടമല്ല, ആകാശ് ഉറക്കെ അലറി. ഉടനെ ഒരു ചിരി ഉയർന്നു. ആ ചിരി അത് പാവിയുടെ ചുണ്ടുകളിൽ നിന്നാണ് വന്നത്. അതോടൊപ്പം മുകളിലത്തെ നിലയിൽ നിന്ന് അതിഭീകരമായ ഒരു അലർച്ചയും മുഴങ്ങി. ആ സത്വം അതിവേഗത്തിൽ 4 കാലിൽ പടികളിറങ്ങി വരുന്ന ശബ്ദം. അമ്മ വരുന്നു. ഉണ്ണിയുടെ ശബ്ദം വീണ്ടും പഴയതുപോലെയായി. അതിൽ സന്തോഷം നിറഞ്ഞിരുന്നു. അമ്മയ്ക്ക് പുതിയ ആളെ കിട്ടി. ഇല്ല, ആകാശ് തിരിഞ്ഞോടാൻ ശ്രമിച്ചു. മുറിവേറ്റ കാൽ നിലത്തു കുത്താൻ കഴിയുന്നില്ല. അവൻ മുടന്തിക്കൊണ്ട് നടുമുറ്റത്തേക്ക് പാഞ്ഞു. ഓടിക്കോ ആകാശ്. ഉണ്ണിയുടെ ചിരി ആ 4 കെട്ടിൽ അലയടിച്ചു. അമ്മയ്ക്ക് ഓടിപ്പിടിച്ച് കളിക്കാൻ ഒരുപാട് ഇഷ്ടാ. ആ രൂപം അത് പടികളിറങ്ങി നടുമുറ്റത്തെത്തി. പിന്നെ ഒരു നിമിഷം നിന്നു. അതിൻ്റെ തൊലിയില്ലാത്ത തല 360 ഡിഗ്രി തിരിഞ്ഞു. അത് ആകാശിനെ മണത്തറിയുകയായിരുന്നു. ആകാശ് ശ്വാസമടക്കി പിടിച്ച് ഒരു തൂണിന് മറവിൽ നിന്നു. ഫോണിൻ്റെ വെളിച്ചം അവൻ കൈകൊണ്ട് പൊത്തിപ്പിടിച്ചു. അത് അവനെ കണ്ടു. അതിൻ്റെ വെളുത്ത കണ്ണുകൾ അവൻ്റെ നേരെ തിരിഞ്ഞു. വായ പിളർന്ന് അതൊരു അലർച്ചയോടെ അവൻ്റെ നേരെ പാഞ്ഞെടുത്തു. പിന്നെ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് ആകാശ് ചെയ്തത്. അവൻ്റെ ജീവന് വേണ്ടിയുള്ള ഒരു പോരാട്ടമായിരുന്നു അത്. കയ്യിലിരുന്ന ഫോൺ അതിൻ്റെ ടോർച്ച് ഓൺ ആയിരിക്കുമ്പോൾ തന്നെ സർവ്വശക്തിയുമെടുത്ത് നടുമുറ്റത്തിൻ്റെ മറ്റേ അറ്റത്തുള്ള ഇരുട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. ഫോൺ നിലത്ത് വീണ് ചിതറി. പക്ഷേ ആ നിമിഷാർദ്ധത്തിൽ ആ ഭീകരരൂപത്തിൻ്റെ ശ്രദ്ധ തിരിഞ്ഞു. അത് വെളിച്ചം വീണ ദിക്കിലേക്ക് കുതിച്ചു. ആ നിമിഷം ആകാശ് ഓടി. അവൻ തിരികെ ആ കുട്ടിയുടെ മുറിയിലേക്ക് ഓടിക്കയറി. നീ തിരിച്ചു വന്നോ? ഉണ്ണിയുടെ ശബ്ദം തൊട്ടിലിൽ നിന്ന് ആഹ്ലാദത്തോടെ പറഞ്ഞു. ക്ഷമിക്കണം ഉണ്ണി, ആകാശ് കിതച്ചുകൊണ്ട് പറഞ്ഞു. അവൻ്റെ കണ്ണുകൾ മുറിയിൽ പരതി. പഴയ തുണികൾ, കളിപ്പാട്ടങ്ങൾ, ഉണങ്ങിയ ഇലകൾ. അവൻ പോക്കറ്റിൽ നിന്ന് ലൈറ്റർ എടുത്തു. അവസാനത്തെ ശ്രമം. അവൻ്റെ കൈകൾ വിറച്ചു. അവൻ ലൈറ്റർ കത്തിക്കാൻ ശ്രമിച്ചു. തീ കത്തിയില്ല. അവൻ വീണ്ടും ശ്രമിച്ചു. ഇല്ല. വീണ്ടും ഒരു ശ്രമം. ചെറിയൊരു തീപ്പൊരി മാത്രം. അതേസമയം ആ ഫോൺ ചിതറിക്കിടക്കുന്നിടത്ത് നിന്ന് ആ രൂപം എഴുന്നേറ്റു. ചതിക്കപ്പെട്ടെന്ന് അത് മനസ്സിലാക്കി. അത് മുരണ്ടുകൊണ്ട് ഉണ്ണിയുടെ മുറിയുടെ വാതിൽക്കലേക്ക് തിരിഞ്ഞു. ആകാശ് ലൈറ്ററിൻ്റെ ചക്രം വീണ്ടും തിരിച്ചു. ഇത്തവണ അത് കത്തി. ഒരു ചെറിയ നേർത്ത തീനാളം. ആകാശ്, നീ എന്താ ചെയ്യാൻ പോകുന്നേ? ഉണ്ണിയുടെ ശബ്ദത്തിൽ ആദ്യമായി ഭയം നിഴലിച്ചു. ഒരു പുതിയ കളി ഉണ്ണി, ആകാശ് പറഞ്ഞു. അവൻ ആ തീനാളം മുറിയിലെ ഉണങ്ങിയ കളിപ്പാട്ടങ്ങളുടെ കൂട്ടത്തിലേക്കും അവിടെ കിടന്ന പഴയ പരുത്തി തുണികളിലേക്കും പകർന്നു. ഉണങ്ങിയ സാധനങ്ങളിലേക്ക് തീ ആളിപ്പിടിക്കാൻ ഒരു നിമിഷം പോലും വേണ്ടി വന്നില്ല. മുറിയിൽ ഓറഞ്ച് വെളിച്ചം പടർന്നു. അമ്മേ, ഉണ്ണി അലറി വിളിച്ചു. അതൊരു കുട്ടിയുടെ ശബ്ദമായിരുന്നില്ല. കാതടപ്പിക്കുന്ന പൈശാചികമായ ഒരു അലർച്ചയായിരുന്നു അത്. ആ ശബ്ദത്തിൽ തൊട്ടിലിൽ കിടന്ന പോർസലൈൻ പാവ വിറയ്ക്കുകയും അതിൻ്റെ കണ്ണുകൾ ചുവക്കെ തുടുക്കുകയും ചെയ്തു. തീ ആളിപ്പടർന്നു. മുറിയിലെ തടി അലമാരയിലേക്ക് അത് പടർന്നു. ഇല്ല, എൻ്റെ കളിപ്പാട്ടങ്ങൾ, ഉണ്ണി നിലവിളിച്ചു. അതേ നിമിഷം മുറിയുടെ വാതിൽക്കൽ ആ രൂപം പ്രത്യക്ഷപ്പെട്ടു. അത് തീ കണ്ടു. അതിൻ്റെ തൊലിയില്ലാത്ത മുഖം കോപം കൊണ്ട് വലിഞ്ഞു മുറുകി. അത് ആകാശിനെ കൊല്ലാനായി മുന്നോട്ടാഞ്ഞു. അമ്മേ, രക്ഷിക്കൂ, ചൂട്! തൊട്ടിലിൽ നിന്ന് ഉണ്ണിയുടെ കരച്ചിലുയർന്നു. അത് ഒരു നിമിഷം നിന്നു. അതിൻ്റെ തല ആകാശിനെയും കത്തുന്ന തൊട്ടിലിൻ്റെയും ഇടയിൽ അതിവേഗത്തിൽ വെട്ടിത്തിരിഞ്ഞു. കൊല്ലാനുള്ള ആസക്തിയും മകനോടുള്ള സ്നേഹവും തമ്മിലുള്ള ഒരു പോരാട്ടം. ആകാശ് പിന്നോട്ട് നീങ്ങി. മുറി മുഴുവൻ പുക നിറഞ്ഞു. ആ രൂപം ഒരു തീരുമാനമെടുത്തു. അത് ആകാശിനെ അവഗണിച്ചു. അത് തൻ്റെ മകനെ രക്ഷിക്കാനായി ആളിക്കത്തുന്ന ആ ആട്ടുതൊട്ടിലിലേക്ക് എടുത്തു ചാടി.
അത് ആ പാവയെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്തു. അതേ നിമിഷം മേൽക്കൂരയിൽ നിന്ന് കത്തുന്ന ഒരു മരക്കഷ്ണം അതിൻ്റെ മുകളിലേക്ക് വീണു. ആ സത്വവും ആ പാവയുടെ രൂപത്തിൽ ഉണ്ണിയും ഒരൊറ്റ അഗ്നിഗോളമായി മാറി. ഉടനെ അവിടെ ഒരു ശബ്ദം മുഴങ്ങി. അതൊരു അലർച്ചയായിരുന്നില്ല. രണ്ടാത്മാക്കൾ ഒന്നിച്ചു ചേർന്ന് ഈ ലോകത്തിൻ്റേതല്ലാത്ത ഒരു ശബ്ദത്തിൽ അലറി വിളിച്ചു. ആ നാലുകെട്ടിൻ്റെ അടിത്തറയെ പിടിച്ചു കുലുക്കുന്ന ഒരു ഭീകരമായ നിലവിളി. ആകാശ് ചുമച്ചുകൊണ്ട് മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി. നാലുകെട്ട് മുഴുവൻ തീ പിടിക്കുകയാണ്. പുരാതനമായ ഉണങ്ങിയ തടികൾ തീപ്പെട്ടിക്കൊള്ളി പോലെ കത്തുന്നു. രക്ഷപ്പെടാനുള്ള വഴി പ്രധാന വാതിൽ. അവൻ മുടന്തി ചുമരുകളിൽ താങ്ങിപ്പിടിച്ച് അങ്ങോട്ട് നീങ്ങി. തീ അതിവേഗം പടരുകയായിരുന്നു. അവൻ പ്രധാന വാതിലിനു മുന്നിലെത്തി. അതിപ്പോഴും അടഞ്ഞു തന്നെ കിടക്കുന്നു. മരങ്ങൾ വളർന്നൊന്നായതുപോലെ. ഇല്ല, എന്നെ ഇവിടെ മരിക്കാൻ വിടരുത്. അവൻ വാതിലിൽ ആഞ്ഞടിച്ചു. വേദനിക്കുന്ന കാലുകൊണ്ട് ചവിട്ടി. ഒരു പ്രയോജനവുമില്ല. തീ അവൻ്റെ തൊട്ടുപിന്നിലെത്തി. അവൻ്റെ ഷർട്ടിലേക്ക് തീപ്പൊരികൾ വീണു. നാലുകെട്ട് നിലം പൊത്താൻ തുടങ്ങിയിരുന്നു. പെട്ടെന്ന് ഒരു വലിയ ശബ്ദത്തോടെ വീടിൻ്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണു. ആ ആഘാതത്തിൽ പ്രധാന വാതിലിൻ്റെ കട്ടിള തകർന്നു. വാതിൽ പാളികൾക്കിടയിൽ ഒരു ചെറിയ വിടവ് രൂപപ്പെട്ടു. അവനത് മതിയായിരുന്നു. ആകാശ് തൻ്റെ സർവ്വശക്തിയും എടുത്ത് ആ വിടവിലേക്ക് തൻ്റെ ശരീരം ഇടിച്ചു കയറ്റി. തടിയുടെ കൂർത്ത അഗ്രഹങ്ങൾ അവൻ്റെ ശരീരത്തിൽ മുറിവുകളുണ്ടാക്കി. അവൻ പുറത്തേക്ക് വീണു. തണുത്ത മഞ്ഞു വീണ പുല്ലിലേക്ക് അവൻ മലർന്നടിച്ചു വീണു. അവൻ്റെ പിന്നിൽ ആ നരകഭവനം ഒരു ചിത പോലെ ആളിക്കത്തുകയായിരുന്നു. അവൻ്റെ ശ്വാസകോശത്തിലേക്ക് ശുദ്ധവായു അരിച്ചു കയറി. അവൻ ഇടഞ്ഞു. തീയുടെ വെളിച്ചത്തിൽ നിന്ന് കഴിയുന്നത്ര ദൂരേക്ക്. അവൻ്റെ മുറിവേറ്റ കാൽ മരവിച്ചിരുന്നു. അവൻ ഇഴഞ്ഞിഴഞ്ഞ് ഒടുവിൽ ആ കാട്ടുപാതയുടെ അരികിൽ തളർന്നു വീണു. അവൻ്റെ ബോധം മറയും മുമ്പ് അവൻ ആകാശത്തേക്ക് നോക്കി. നേരം വെളുക്കുകയായിരുന്നു. ആ നാലുകെട്ട് നിന്നിടത്ത് ഇപ്പോൾ കനത്ത പുക മാത്രം. തൻ്റെ ബൈക്ക് അതാ തീയിൽ എരിഞ്ഞടങ്ങിയിരിക്കും. അമ്മേ, അവൻ മന്ത്രിച്ചു. പിന്നെ അവൻ്റെ കണ്ണുകൾ അടഞ്ഞു. അവൻ കണ്ണു തുറക്കുമ്പോൾ കണ്ടത് ഒരു വെള്ള മേൽക്കൂരയാണ്. മരുന്നിൻ്റെ രൂക്ഷഗന്ധം അവൻ്റെ മൂക്കിലേക്ക് തുളച്ചു കയറി. മോനെ, പരിചിതമായ ഒരു ശബ്ദം. അവൻ തലതിരിച്ചു. അവൻ്റെ അമ്മ. അവരുടെ കണ്ണുകൾ കലങ്ങിയിരുന്നു. അമ്മേ. അവൻ്റെ ശബ്ദം വരണ്ടിരുന്നു. പേടിക്കണ്ട, മോന് കുഴപ്പമൊന്നുമില്ല. മോനിപ്പോൾ ആശുപത്രിയില്ല, അമ്മ പറഞ്ഞു. അവൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. പക്ഷെ അവൻ്റെ വലതുകാൽ അനക്കാൻ അവന് പറ്റിയില്ല. അതിൽ ഭാരമുള്ള പ്ലാസ്റ്റർ ഇട്ടിരുന്നു. എന്താ പറ്റിയേ? അവൻ എല്ലാം ഓർത്തെടുക്കാൻ ശ്രമിച്ചുകൊണ്ട് ചോദിച്ചു. ഒരാക്സിഡന്റ്. അവൻ്റെ അച്ഛൻ അങ്ങോട്ട് വന്നുകൊണ്ട് പറഞ്ഞു. പോലീസ് പറഞ്ഞത് മോൻ ബൈക്കിൽ നിന്ന് വീണതാണെന്നാ. ഏതോ ലോറി തട്ടിയതാണെന്ന് തോന്നുന്നു. കുറേ ദൂരെ ഒരു കുഴിയിൽ കിടക്കുകയായിരുന്നു. ഭാഗ്യത്തിന് രാവിലെ പാൽവണ്ടിക്കാരൻ കണ്ടു. ആകാശ് സ്തംഭിച്ചുപോയി. ബൈക്ക് എവിടെ? ബൈക്ക് അടുത്ത് തന്നെ കിടപ്പുണ്ടായിരുന്നു. മൊത്തം തകർന്നു. പക്ഷേ അച്ഛനൊന്ന് നിർത്തി. വിചിത്രമായൊരു കാര്യം, ബൈക്ക് കിടന്നിടത്ത് നിന്ന് കുറേ ദൂരെ കാടിൻ്റെ ഉള്ളിലായിട്ട് ഒരു പഴയ നാലുകെട്ട് കത്തി നശിച്ചതിൻ്റെ പാടുകൾ പോലീസ് കണ്ടു. ആകാശിൻ്റെ ഹൃദയം പെരുമ്പറ കൊട്ടി. അപ്പോൾ അത് സത്യമായിരുന്നു, അവൻ സ്വയം പറഞ്ഞു. എന്ത് സത്യമായിരുന്നെന്ന്? അച്ഛൻ അവനെ നോക്കി. ഒന്നുമില്ല. ആകാശ് കണ്ണുകൾ അടച്ചു. താൻ രക്ഷപ്പെട്ടിരിക്കുന്നു. താൻ ശരിക്കും രക്ഷപ്പെട്ടിരിക്കുന്നു. 6 മാസങ്ങൾക്ക് ശേഷം ആകാശ് തൻ്റെ ബാൽക്കണിയിൽ ഇരിക്കുകയായിരുന്നു. അവൻ്റെ കാൽ അപ്പോഴും പൂർണ്ണമായും ശരിയായിരുന്നില്ല. അവൻ ഊന്നുവടിയുടെ സഹായത്തോടെയാണ് നടക്കുന്നത്. ആ രാത്രിയെക്കുറിച്ച് അവൻ പോലീസിനോട് പലതവണ പറഞ്ഞു. പക്ഷെ അവർ അവനെ വിശ്വസിച്ചില്ല. അപകടത്തിൻ്റെ ആഘാതത്തിലുണ്ടായ ഹാലുസിനേഷൻ എന്നവർ വിധി എഴുതി. മറ്റേയാളെന്ന് ഉണ്ണി പറഞ്ഞ ആ മനുഷ്യൻ്റെ ശവശരീരം കത്തിക്കരിഞ്ഞ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് കിട്ടിയിരുന്നു. പക്ഷെ അത് ആ വീട്ടിൽ എങ്ങനെ വന്നു എന്നതിനോ ആ സത്വത്തിൻ്റെയോ ഉണ്ണിയുടെയോ ഒരു തെളിവിനോ പോലീസിന് ഒരു തുമ്പും കിട്ടിയില്ല. അതൊരു ഉത്തരം കിട്ടാത്ത കേസായി അവസാനിച്ചു. ആകാശ് ജോലിക്ക് പോക്ക് നിർത്തി. അവൻ ആളുകളുമായി സംസാരിക്കുന്നത് കുറച്ചു. രാത്രികളിൽ അവൻ ഉറങ്ങാറില്ല. ചെറിയ ഞരക്കങ്ങൾ പോലും അവനെ ഭയപ്പെടുത്തി. അവൻ്റെ അമ്മ ഒരു ഗ്ലാസ് ചായയുമായി അടുത്തു വന്നു. മോനെ, നീ ഇത് നോക്ക്. നിന്റെ പഴയ ബാഗ് പോലീസ് തന്നിരുന്നു. അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയതാ. അവർ അവൻ്റെ നേരെ ഒരു ചെറിയ പൊതി നീട്ടി. ആകാശ് അത് വാങ്ങി തുറന്നു. അതിനുള്ളിൽ കരി പുരണ്ട ചെറിയൊരു വസ്തു. അവൻ്റെ രക്തം മരവിച്ചു. അത് ആ പോർസലൈൻ പാവയുടെ അടർന്നുപോയ ഒരു കണ്ണായിരുന്നു. അതെങ്ങനെ തൻ്റെ ബാഗിലെത്തി? ഒരു പിടിയുമില്ല. ഒരു പക്ഷേ തീ പിടിച്ചപ്പോൾ. അവൻ വിറയ്ക്കുന്ന കൈകളോടെ ആ കണ്ണ് തിരിച്ചും മറിച്ചും നോക്കി.
പിന്നെ അത് ദൂരേക്ക് വലിച്ചെറിയാൻ കൈയോങ്ങി. പെട്ടെന്ന് ആ കണ്ണിന്റെ നടുവിലുള്ള കറുത്ത കൃഷ്ണമണി പതുക്കെ തിരിഞ്ഞ് അവന്റെ മുഖത്തിന് നേരെ വന്നു നിന്നു. അവന്റെ ചെവിയിൽ ആൾക്കൂട്ടത്തിനിടയിൽ നിന്നെന്ന പോലെ വളരെ നേർത്ത ഒരു ശബ്ദം വന്നു പതിച്ചു. കണ്ടുപിടിച്ചു. അതിനൊപ്പം ഒരു കൊച്ചുകുട്ടിയുടെ അടക്കിയ ചിരിയും.